الحمد لله رب العالمين الذي من علينا بإنزال هذا القرآن العظيم وجعل العمل به هو الوسيلة الكبرى إلى حلول دار النعيم ورتب على تلاوته الخير الكثير والفضل العميم وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الموصوف بالصفات الكاملة الفاضلة وإنك لعلى خلق عظيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل يومئذ للمكذبين. انطلقوا إلى ما كنتم به تكذبون. انطلقوا إلى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر كأنه جمالة صفر. ويل يومئذ للمكذبين. هذا يوم لا ينطقون. هذا يوم لا ينطقون ولا يؤذن لهم فيعتذرون. ويل يومئذ للمكذبين. هذا يوم الفصل جمعناكم والأولين. هذا يوم الفصل جمعناكم والأولين. فإن كان لكم كيد فكيدون. ويل يومئذ للمكذبين. സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ,
പ്രിയം നിറഞ്ഞ കുട്ടികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹ സഹോദരി സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധയുണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനേറെ സന്തോഷവാനാണ് ചെമ്മാട്ടുകാരായ നിങ്ങളോടൊപ്പം ഇരുന്ന് അല്ലാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അല്പനേരം സംസാരിക്കാൻ അവസരം ലഭിച്ചു എന്നത്. വിശേഷിച്ച് ഖുർആനിനെ സംബന്ധിച്ചാണല്ലോ പറയാനുള്ളത് എന്നതാണ് സന്തോഷത്തിന് മാറ്റുകൂടുന്നത്. പക്ഷേ രാവിലെ മുതൽ നിങ്ങൾ ഈ ഇരിക്കുകയാണ്. അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയാം. നിങ്ങൾ വല്ലാതെ മുഷിപ്പ് വരുമ്പം മെല്ലെ എഴുന്നേറ്റ് പോയാൽ മതി. എല്ലാവരും പോകുന്നത് കാണുമ്പോൾ ഞാനും ഇപ്പുറത്തൂടെ അങ്ങ് പോകും. അങ്ങനെ ചെയ്യാം. വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങളിലായി ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിനാധാരമായ സകല കാര്യങ്ങളെയും ലളിതമായും സുന്ദരമായും സ്പഷ്ടമായും പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. പാരായണത്തിനും മനഃപ്പാഠമാക്കുന്നതിനും പ്രതിഫലം നൽകപ്പെടുന്നു എന്ന പോലെ അതോടൊപ്പം ചില പ്രത്യേക പുണ്യവും പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സവിശേഷമായ ചില അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള മഹത് ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളെ പലപ്പോഴും നാം ഒക്കെ ആലോചിക്കാറുണ്ട്. അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ നിഅ്മത്തുകൾ പരിശോധിക്കുമ്പോൾ നോക്കിക്കാണുമ്പോൾ ഒരു ഭാഗം മാത്രമാണ് പലപ്പോഴും. അത് തനിക്ക് നൽകപ്പെട്ട ശരീരവും ശരീരത്തിൻ്റെ ബാഹ്യ ആന്തര അവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ സംഗതികളാണ് അനുഗ്രഹങ്ങളായി നാം ഒരു ഭാഗത്ത് കാണുന്നത്. മറ്റൊരു ഭാഗത്ത് ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളവയുമെല്ലാം അതിൽ നമുക്ക് വാസയോഗ്യമാക്കി തന്ന ഈ ഒരു അവസ്ഥ, ഭക്ഷണം, വായു ഇത്യാദി അനുഗ്രഹങ്ങളെയെല്ലാം നാം എണ്ണി കാണാറുണ്ട്. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറ ഇബ്രാഹീമിലൂടെ വിശദീകരിക്കുന്ന, പറയുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണി നോക്കാൻ, തിട്ടപ്പെടുത്താൻ, എത്രയുണ്ടെന്ന് നോക്കാൻ ശ്രമിച്ചാൽ അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അല്ലാഹ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ, എത്രയുണ്ട് എന്ന് നോക്കി കണക്കാക്കാൻ സാധ്യമല്ലാത്തത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു നൽകിയിരിക്കുന്നത് എന്ന്. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളാണ് നാം ഇതുവരെ പറഞ്ഞ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ നിഅ്മത്തുകൾ. അതിലപ്പുറം ആത്യന്തികമായി നമുക്ക് ഈ ഗുണങ്ങളെല്ലാം, ഈ നിഅ്മത്തുകളെല്ലാം നൽകപ്പെട്ടതിലപ്പുറം ഏറ്റവും വലിയ ഒരു നിഅ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു നിഅ്മത്ത് ഖുർആനിന്റെ ഉമ്മത്തായി ജനിക്കുവാൻ,
ഈ ഒരു ശുദ്ധ പ്രകൃതിയിൽ ജനിച്ചിടത്ത് നിന്ന് അതനുസരിച്ച് വളർന്നു പോകാനും കേൾക്കാനും പഠിക്കാനും ഉള്ള ഒരു അവസരം നൽകപ്പെട്ടു എന്നതാണ് അക്ബറു നിഅമ നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇപ്പറഞ്ഞ വിശുദ്ധ ഖുർആൻ എന്ന മഹത് ഗ്രന്ഥം തൊട്ടറിയുവാൻ അന്വേഷിച്ച് ചെല്ലാതെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അത് കേട്ട് പഠിക്കാനുള്ള അവസരം ലഭിച്ച മഹാഭാഗ്യം, അതാണ് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നാം മനസ്സിലാക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ഖുർആനിനെ സംബന്ധിച്ച്. ഇന്ന ഹാദൽ ഖുർആന മഅ്ദുബത്തുല്ലാഹ്, തീർച്ചയായും ഈ ഖുർആൻ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള വിഭവമാണ്, സദ്യയാണ്, സൽക്കാരമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ സ്വീകരിക്കണം. മസ്തതഅ്തും, പരമാവധി നിങ്ങൾ അതിൽ നിന്ന് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അള്ളാന്റെ സൽക്കാരം, അതിനുത്തരം നൽകാൻ ശ്രമിക്കണം എന്നർത്ഥം. ഇന്ന ഹാദൽ ഖുർആന ഹബ്ലുല്ലാഹ് വന്നൂറുൽ മുബീൻ, തീർച്ചയായും ഇത് അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കയറ് തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ വഴി തെറ്റിപ്പോകാതിരിക്കാൻ, പ്രയാസം നേരിടാതിരിക്കാൻ സഹായിക്കുന്ന ഹബ്ലുല്ലാഹ് വന്നൂറുൽ മുബീൻ, സ്പഷ്ടമായ പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ. വശിഫാഉൻ നാഫിഅ, കൃത്യമായ ശമനവും അതുമൂലം ലഭിക്കുക ചെയ്യും. ഇസ്മത്തുൽ ലിമൻ തമസ്സക ബിഹി, അതിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അത് വലിയ ഒരു സംരക്ഷണം തന്നെയാണ്. വനജാതുൽ ലിമൻ ഇത്തബഅ, അതിനെ പിൻപറ്റുന്ന, അനുധാവനം ചെയ്യുന്ന, അതിലുള്ളവ സ്വീകരിച്ച് ജീവിതത്തിന്റെ പ്രവൃത്തി പഥങ്ങളിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് എപ്പോഴും രക്ഷയായിരിക്കും, സമാധാനമായി ആയിരിക്കും ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അതൊന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലൂടെ അള്ളാഹു ആ വിഷയം ഒന്നുകൂടെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ത്വാഹ 123 മുതൽ 127 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുന്നത് നോക്കൂ നിങ്ങൾ. മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോ അവർക്ക് നൽകുന്ന ഒരു നിർദ്ദേശം, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളുക. അവിടെ പരസ്പര ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. فمن اتبع هداي فلا يضل ولا يشقى فإما يأتينكم مني هدى, നാം നിങ്ങൾക്ക് ഒരു വ്യക്തമായ സന്ദേശം, ഹുദ, നേർമാർഗദർശനം നൽകും. അത് പിൻപറ്റുന്നവർ ആരുണ്ടോ, فمن اتبع هداي فلا يضل ولا يشقى, ആ മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വഴിപഴച്ചു പോവുകയോ പ്രയാസപ്പെടേണ്ടി വരികയോ ചെയ്യില്ല. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, ആരെങ്കിലും എൻ്റെ ഈ ദിക്റിൽ നിന്ന്, വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന്, അധ്യാപനങ്ങളിൽ നിന്ന് പിന്മാറിക്കളയുന്നുവോ എങ്കിൽ അവന് കുടുസായ ജീവിതമായിരിക്കും അനുഭവിക്കേണ്ടി വരിക. മാത്രമല്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഖിയാമത്തിൽ അവരെ നാം ഒരുമിച്ച് കൂടുന്നത് അന്ധനായിട്ടായിരിക്കും. ഖാല റബ്ബി ലിമ ഹശർതനീ അഅ്മാ
وقد كنت بصيرا. അവിടെ വെച്ച് വിലപിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, എന്തേ എന്നെ ഇപ്പോൾ അന്ധനായി ഇവിടെ വിളിച്ചു ചേർത്തത്? അല്ലാഹു പറയുന്ന മറുപടി, ഖാല കദാലിക അതത്ക ആയാതുനാ വഖദ് നസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഖാല കദാലിക, സംഗതി ശരിയാ. അതത്ക ആയാതുനാ, നമ്മുടെ ആയത്തുകൾ നിന്റെ മുമ്പിൽ വന്നിരുന്നു. വിശുദ്ധ ഖുർആനാകുന്ന സന്ദേശം നിനക്ക് വന്നു കിട്ടിയിരുന്നു. നിനക്ക് സന്മാർഗം കാണിച്ചു തരാൻ കെൽപ്പുള്ള ഗ്രന്ഥം, നന്മയും തിന്മയും വ്യവച്ഛേദിച്ചു തരാൻ കെൽപ്പുള്ള ഒരു ഗ്രന്ഥം, സന്തോഷവാർത്ത ലഭിക്കുന്ന ഒരു ഗ്രന്ഥം, സമാധാന വഴി സുബുലസ്സലാം കാണിച്ചു തരാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം നിനക്ക് വന്നിരുന്നു. പക്ഷേ ഫനസീതഹാ, നീ അതിനെ മറന്നു, അഥവാ നീ അത് സ്വീകരിച്ചില്ല, നീ അതിനെ ഉൾക്കൊണ്ടില്ല, അത് പഠിക്കുകയോ പ്രാവർത്തികമാക്കുകയോ ചെയ്തില്ല. വകദാലികൽ യൗമ തുൻസാ, അതുകൊണ്ട് അപ്രകാരം തന്നെ നിന്റെ കാര്യം ഞാനും മറന്നു എന്ന്, അഥവാ നീ നിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല, നീ അന്ധനായി ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കുക, ഇത് എന്നോടും നിങ്ങളോടും പറയപ്പെടുന്ന ഒരവസ്ഥ. നാം അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷമം പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഖുർആനും നമ്മളും എന്ന വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ എന്നെയും നിങ്ങളെയും. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. കേവലം യാന്ത്രികമായ പാരായണത്തിലുപരി, കേവലം യാന്ത്രികമായ പാരായണത്തിലപ്പുറം ഹഖ്ഖ തിലാവതിഹി, ശരിയായ നിലക്ക് പാരായണം ചെയ്യുക, അതിൻ്റെ സാവകാശക്രമം പാലിച്ച് നിയമാനുസൃതമുള്ള പാരായണം, അതോടൊപ്പം ഫഹ്മുൽ മാന, അർത്ഥതലം, ആശയം എന്താണെന്ന് മനസ്സിലാക്കുക, അതിലപ്പുറം അമൽ ബിഹി, അതുകൊണ്ട് അമലു ചെയ്യുക. ഈ നിലക്ക് തിലാവത്ത്, പാരായണം സംശുദ്ധമാക്കുക, തെറ്റുകൂടാതെ ആയിരിക്കുക, അർത്ഥതലം എന്താണെന്ന് ധാരണയുണ്ടായിരിക്കുക, ആ ധാരണയുള്ള വചനങ്ങൾ, ആ ആശയതലങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെയാകുമ്പോൾ ഏറെ പ്രശംസനീയമാണ്, പ്രതിഫലാർഹമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് കാണാൻ കഴിയും. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 121-ാം വചനത്തിൽ അള്ളാഹു ആ വിഷയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളെയും ചേർത്ത് പറയുന്നുണ്ട്. അതിങ്ങനെ കാണാം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, നാം അവർക്ക് നൽകിയ ഗ്രന്ഥം അത് യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, യത്ലൂനഹു എന്ന് തീർത്തില്ല, ഹഖ്ഖ തിലാവതിഹി, എങ്ങനെയാണോ അത് തിലാവത്ത് ചെയ്യേണ്ടത്, പാരായണം ചെയ്യേണ്ടത്, ആ വിധത്തിൽ അതിനെ പാരായണം ചെയ്യുന്ന, എന്നിട്ട് അതിനെ വിശ്വസിക്കുന്ന, അത് വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ എന്ന, ഉലൈക യുഅ്മിനൂന ബിഹി, കൃത്യമായി വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. وَمَن يَكْفُرْ بِهِ فَأُولَئِكَ هُمُ الْخَاسِرُونَ. അല്ല, ഇതെല്ലാം തള്ളി എങ്ങനെയുമാവാം എന്തുമാവാം എന്ന നിലപാടോടെ അതിനെ പഠിക്കുകയോ അതിനെ കൃത്യമായി പാരായണം ചെയ്യുകയോ ചെയ്യാത്ത ആളുകൾ കുഫ്റാണ് കാണിക്കുന്നത്, അവർക്ക് വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ബന്ധം, ഒരു വശത്ത് നല്ല ബന്ധമുണ്ട്. ഖുർആനിൽ എത്ര അധ്യായങ്ങളാണുള്ളത്? 114 അധ്യായങ്ങൾ. എത്ര പേജിലാണ് ഇന്ന ഖുർആനുകളൊക്കെ ഉണ്ടാവുക? കൃത്യമായി പറയും. 604 606 നമ്പർ പറയാൻ കഴിയും. ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? ആയത്തുൽ ദൈനാണ്. ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബഖറയിലെ അവസാനത്തിലാണ്. 28 അക്ഷരങ്ങളും ഉള്ള ആയത്തുകൾ എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. ഏതൊക്കെ സൂറത്തിലാ? നമ്മളത് കൃത്യമായി പറയും. ഇങ്ങനെ പറയാൻ നമുക്കറിയാം. അത് ഖുർആനിനെ സംബന്ധിച്ചുള്ള നല്ല ഒരു ബന്ധമാണ്. ഖുർആനിനോട് കാണിക്കേണ്ട നല്ല ഒരു ബന്ധം തന്നെയാണ്.
എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കും. പക്ഷേ ഇൻഫോർമേറ്റീവായ ഇങ്ങനെയുള്ള ജ്ഞാനത്തിൽ മാത്രം നാം പലരും ഒതുങ്ങിപ്പോയി. അതിലപ്പുറം ഏറ്റവും വലിയ ആയത്തായി ആയത്തുദ്ദൈൻ നൽകപ്പെട്ടത് എന്തിനായിരിക്കും എന്ന പരിശോധന നടത്തുമ്പോഴാണ് ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നത്. എന്തിനായിരിക്കും അള്ളാഹു ആയത്തുദ്ദൈന്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തൗഹീദ്. പക്ഷേ തൗഹീദ് പ്രതിപാദിക്കുന്ന വചനം ഇത്ര വലുപ്പമില്ല. എന്നാൽ ആയത്തുദ്ദൈൻ, കടമിടപാട് എന്ന ആയത്ത് എന്തേ ഇത്ര വലിയതാകാൻ, ഒരു പേജ് നിറച്ചുമുള്ള വലിയ ആയത്താകാനുള്ള കാരണം? അവിടെ പരിശോധന നടത്തി അതിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ, കടമിടപാടുകൾ അത് അത്രമേൽ പ്രധാനമാണ്, അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്ന് ബോധ്യപ്പെടുന്നിടത്ത് ഞാനും നിങ്ങളും പലപ്പോഴും പരാജയപ്പെട്ടു. അവിടെയാണ് ഇന്ന് നിങ്ങൾ പറയുന്ന ഈ വിഷയത്തിന്റെ ടൈറ്റിൽ ഉള്ളത്. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? അലാഖത്തുന ബിൽ ഖുർആൻ. അതിലപ്പുറം ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ തയ്യാറാവണം. വിശുദ്ധ ഖുർആൻ പഠിക്കണം, കൃത്യമായി പഠനം നടത്തണം. അവിടെയാണ് കാര്യം മനസ്സിലാകുന്നത്. കേവലമായ യാന്ത്രിക പാരായണത്തിൽ നിന്ന് ഒരു പരിധിവരെ കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ ഭാഷാജ്ഞാനമുണ്ടായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം എത്ര ശക്തമായ ആയത്ത് ഒരുപക്ഷെ 2ഉം 3ഉം തവണ ഓതിക്കേട്ടാലും പാരായണത്തിന്റെ ആസ്വാദനം അനുഭവിച്ച് അതിനോട് അടുക്കുക എന്നതിലപ്പുറം കാര്യം ബോധ്യപ്പെട്ട് അതിലേക്ക് ആഴ്ന്നിറങ്ങുന്ന, പെട്ടെന്ന് അതിലേക്ക് മാനസാന്തരം സംഭവിക്കുന്ന ഒരു ഘട്ടം വളരെ പരിമിതമാണ്. സ്വഹാബത്തിന് അല്ലെങ്കിൽ അറബികളായിരുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ആദ്യ തവണ ഓതിക്കേൾക്കുമ്പോൾ തന്നെ അത് അവരുടെ മനസ്സിൽ തറക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെയും നിങ്ങളുടെയും നിലവാരത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിനെ പഠനം നടത്തുക എന്നത് വായിച്ച് തിലാവത്ത് നടത്തി പോകുന്നതിലപ്പുറം അതിൻ്റെ അർത്ഥം, ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് പരിവർത്തനം, സ്വാധീനം സാധ്യമാകുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഖുർആൻ പഠനം അമലായി മാറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. എന്തിനാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത്? ഞാൻ സൂറത്തുൽ അലഖ് പഠിച്ചിട്ട് ഇന്ന അമല് എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഞാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് പഠിച്ചിട്ട് വായിച്ചു തീർത്തത് കൊണ്ട് എന്റെ സാമ്പത്തിക ഇടപാടിൽ ഇന്ന മാറ്റമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? നമസ്കാരത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വചനമുണ്ട്, ഞാൻ പഠിച്ചു, അതിൽ എന്റെ നമസ്കാരത്തിൽ മാറ്റമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അപ്പോഴാണ് ഞാനും നിങ്ങളും അഥവാ നമ്മളും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ ആ നിലക്ക് വിശുദ്ധ ഖുർആനിനെ നമ്മളൊന്ന് ബന്ധപ്പെടുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ച മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ലിയഅമലു ബിഹി, അവർ അതുകൊണ്ട് അമല് ചെയ്യാൻ വേണ്ടിയാണ്. ഫത്തഖിദൂ ദിറാസതഹു അമലൻ, അതുകൊണ്ട് അതിന്റെ പഠനത്തെ നിങ്ങൾ അമലായി സ്വീകരിക്കണം. ഒരു ഹർഫ് വീണുപോയാൽ ഒരു അമല് വീണുപോയി എന്ന് വരെ നിങ്ങൾ കരുതണം. അതുകൊണ്ട് ഇന്ന അഹദകും ലയഖറഉൽ ഖുർആന മിൻ ഫാത്തിഹതിഹി ഇലാ ഖാതിമിഹി മാ യുസ്ഖിതു മിൻഹു ഹർഫൻ, നിങ്ങൾ അതിൽ നിന്ന് ഒരു ഹർഫ് ആദ്യാന്തം ഓതിപ്പോകുമ്പോ ഓരോ ഹർഫ് കൊഴിഞ്ഞു പോയാൽ അതിനർത്ഥം യുസ്ഖിതുൽ അമല ബിഹി, ഒരു അമല് കൊഴിഞ്ഞു പോകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ വായന, പഠനം എന്നത് അമലായി രൂപാന്തരപ്പെടുന്ന വിധത്തിലാകുമ്പോഴാണ് നമുക്ക് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ശക്തമാകുന്നത്. ചരിത്രത്തിൽ പരിവർത്തനം സാധിച്ചതൊക്കെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ എവിടെ നിന്നെങ്കിലും കേൾക്കുമ്പോൾ അതൊരാവർത്തി തുറന്നു നോക്കുകയും വായിച്ചു നോക്കുകയും ചെയ്യുമ്പോഴായിരുന്നു പരിവർത്തനങ്ങൾ സാധ്യമായിരുന്നത്. തൻ്റെ സഹോദരി ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോ അവിടേക്ക് ഓടിച്ചെല്ലുകയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ഹബ്ബാബ് അവിടെ നിന്ന് വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം പാരായണം ചെയ്യുന്നതായിരുന്നു. ഉമർ എന്ന ദാദയ്ക്ക് അന്നത്തെ അവസ്ഥയിലെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ദാദയായ ഉമറിന്റെ അനുഭവം അതാണ്.
അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ ആദ്യ വചനങ്ങൾ കേൾക്കുക. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തസ്കിറതൻ ലിമൻ യഖ്ശാ. ഈ വചനം അർത്ഥബോധത്തോടുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങുക. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. എന്നെയും നിങ്ങളെയും സ്വാധീനിക്കുകയാണെങ്കിൽ ഇത് മതി നമുക്ക്. ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് താങ്കൾക്ക് ഒരു പ്രയാസമുണ്ടാക്കാനല്ല. ഈ വിശുദ്ധ ഖുർആനിൽ ആദ്യാന്തം വായിച്ചു പോകുമ്പോൾ നിന്നോട് പറയുന്ന, നീ കാണുന്ന കേൾക്കുന്ന ഒരു നിർദ്ദേശവും വചനവും അരുതെന്ന് പറയലും ചെയ്യണമെന്ന് പറഞ്ഞതുമൊക്കെ നിനക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. നിനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു വിധിയും ഇതിനകത്ത് കാണാൻ സാധ്യമല്ലല്ലോ. ഇല്ലാ തസ്കിറതൻ ലിമൻ യഖ്ശാ. ഭക്തമാകാൻ താല്പര്യമുള്ളവർക്ക് ഉത്ബോധനമായിട്ടാണ് ഈ വിശുദ്ധ വചനങ്ങൾ എന്ന്. നിനക്ക് സൂക്തത്തിലൂടെ ലുഖ്മാൻ ഹക്കീം മകന് നൽകുന്ന സന്ദേശം തൗഹീദും ശിർക്കും ഒക്കെ പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറയാ, മോനെ എന്തൊരു കാര്യവും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله يأتي بها الله يأتي بها الله إن الله لطيف خبير. ഇത്രയും നല്ല ഒരു പാരന്റിംഗ് വേറെ എവിടെയുള്ളത്? ഒരൊറ്റൊരുത്തനെ പേടിക്കണ്ടുള്ളൂ. എച്ചമ്മനെ എന്തിനാ മോനെ പേടിക്കണത്? സ്കൂളിൽ നിന്ന് പുറത്താക്കില്ലല്ലോ, വേറെ സ്കൂളിൽ പോയിക്കൂടെ? ബാപ്പാൻ എന്തിനാ മോനെ പേടിക്കുന്നത്? ബാപ്പാനോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഇല്ലേ? പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങള്, നീ ആ ഒരു അള്ളാഹുവിനെ പൊന്നുമോനെ, നീ ചെയ്യുന്നത് എത്ര നിസ്സാരമായ കാര്യമായിരുന്നാലും അതിനി ഭൂമിയിൽ ഏതെങ്കിലും പാറമടക്കിൽ, വയനാട്ടിൽ പോയാൽ കുറെ പാറമടക്കുണ്ട്, സൂചിപ്പാറയുണ്ട്, എടക്കൽ ഗുഹയുണ്ട്, ഇതിന്റെ ഏതെങ്കിലും മറവിൽ വെച്ച് ചെയ്തതായിരുന്നാലും, അല്ല അഡ്യൻപാറയുടെ മറവിൽ വെച്ച് ചെയ്തതായിരുന്നാലും, ഔ ഫിസ്സമാവാത്, മകനെ നീ നിന്റെ വാനയാത്രയിൽ ഒറ്റയ്ക്ക്, നീ നിന്റെ വാനയാത്രയിൽ നീയും അവളുമായിരുന്ന്, നീയും അവനുമായിരുന്ന് ആരോരും കാണാതെ ചെയ്തതായിരുന്നാലും ശരി, ഔ ഫിൽ അർള്, ഭൂമിയിലെ ഏതെങ്കിലും ഒളിസങ്കേതത്തിലോ ഏതെങ്കിലും റിസോർട്ടുകളിൽ വെച്ചോ, നിന്റെ വിദേശ യാത്ര ജോലിക്കിടയിൽ വെച്ചോ, നീ ടൂർ പോയ സ്ഥലങ്ങളിൽ വെച്ചോ ചെയ്തതായിരുന്നാലും ശരി, മോനെ മോളെ, അതെല്ലാം അല്ലാഹു കൊണ്ടുവരും കേട്ടോ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അത്രയും സൂക്ഷ്മമായി മൈന്യൂട്ടായി പരിശോധിക്കുന്നവനാണ്, കണ്ടെത്തുന്നവനാണ് അല്ലാഹു എന്ന അധ്യാപനം. ഇത് എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ പ്രമാണബദ്ധമായ കാര്യങ്ങളല്ലാതെ വാട്സാപ്പിലൂടെ വിടില്ല. നിങ്ങൾ പരിശോധിക്ക്. നമ്മുടെ ഒരു പ്രത്യേകത, സങ്കടകരമായ ഒരു അവസ്ഥ എന്താണെന്നറിയോ? കിട്ടുന്നതെല്ലാം വായിക്കാതെ ഫോർവേഡ് ചെയ്യുന്ന ബാക്ക്വേർഡ് സമൂഹമാണ് നമ്മൾ. കിട്ടുന്നതൊന്നും വായിച്ചു തീർക്കാതെ ഫോർവേഡ് ചെയ്യുന്ന ബാക്ക്വേർഡ് സമൂഹം അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കാറുണ്ടോ എല്ലാം? എന്നിട്ട് ഇങ്ങനെ വിടുക. എന്തെല്ലാമാ. ഒരിക്കൽ ഒരു സംഘടനയെ സംബന്ധിച്ച് ഒരു വിധത്തിലും സംഭവിക്കാത്ത, എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വിഷയം, അത് ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അപ്പൊ ഇത് എഡിറ്റ് ചെയ്തതാണെന്ന് തോന്നി, എല്ലാവരും അതിനിങ്ങനെ കയ്യും കൊടുത്ത് അങ്ങനെ വിടുക. അപ്പൊ ഒരൊറ്റ വചനം, വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് ജ്ഞാനമില്ലാത്ത ഒരു കാര്യത്തിന്റെ അടുത്ത് നീ നിൽക്കരുത്, അതിനെക്കുറിച്ച് പറയരുത്, അത് പ്രചരിപ്പിക്കരുത്. ഇതിന് വല്ല പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ അതാ തുരുതുരാ മറുപടിയാ. പറയും പോലെ ഇതിന് പ്രൂഫ് ഉണ്ടോ, ഇത് ശരിയാണോ? ആർക്കും അറിയില്ല ഇത് ശരിയാണോ എന്ന്. ഈ ഭൂമി ലോകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നു. എന്തിന് നാം ഒരു ഞെക്കിയാ പോകുന്നത് എത്ര ആളുകളിലേക്കാ?
ആ കിട്ടിയ ഉടനെ അയാളും വിടുക. ആയിരങ്ങൾ ഒരേ സമയത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് സംഗതികൾ. ഇതിനെന്താ പ്രമാണമുള്ളത്? തെളിവില്ലേ? നമ്മൾ അതിന് നിൽക്കണ്ട. നമുക്ക് ന്യായമില്ലേ? നമുക്ക് പറയാൻ അറിയില്ല ഇതെന്തേ എന്ന് ബോധമില്ലേ? ബോധ്യമില്ലാത്തത് അതങ്ങ് ഒഴിവാക്കിയേക്കുക. അതാണ് വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധവുമായി അതിനെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അള്ളാഹു കാണുന്നുണ്ട്, എല്ലാം അവൻ അറിയുന്നുണ്ട്, ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ഒരു ദിവസമുണ്ട്, നാശകരമായ ദിവസമുണ്ട്. ആ ഒരു പ്രയാസം അനുഭവിക്കാതിരിക്കണം. നോക്കൂ നിങ്ങൾ, അലാഖത്തു സഹാബ ബിൽ ഖുർആൻ, ഖുർആനുമായി സഹാബത്തിന്റെ ബന്ധം എന്തായിരുന്നു? മുനാഫിക്കുകളായ ആളുകൾ വിശ്വാസികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം അവതരിക്കപ്പെട്ടു എന്നറിയുമ്പോൾ അവരങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചോദിക്കും, വിശ്വാസികളെ കളിയാക്കിക്കൊണ്ട്, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂൽ അയ്യുകും സാദത്ഹു ഹാദിഹി ഈമാനാ. നിങ്ങൾക്ക് ആർക്കടോ ഇത് കേട്ടിട്ട് ഈമാൻ കൂടിയേ എന്നൊരു കളിയാക്കി ചോദ്യം അവർക്കുണ്ടായിരുന്നു. ഒരു ഖുർആന്റെ ആൾക്കാർ കണ്ടില്ലേ നാട്ടിൽ എന്ന് ചോദിക്കുമായിരുന്നു. അള്ളാഹു കൃത്യമായി അതിന് മറുപടി നൽകി. വിശ്വാസികൾക്ക് അതുണ്ടാകണം. അപ്പോഴാണ് നാം ആലോചിക്കുന്നത്, വിശ്വാസിയായ എനിക്കും നിങ്ങൾക്കും ഈ ഒരു മാറ്റം ഉണ്ടായില്ലേ? സിയാദത്തുൽ ഈമാൻ. അള്ളാഹു പറയാ, الذين آمنوا فزادتهم إيمانا وهم يستبشرون. എന്നാൽ വിശ്വാസിനികളാണെങ്കിൽ അവർക്ക് തീർച്ചയായും മാറ്റമുണ്ടാകും, അവരുടെ ഈമാൻ വർദ്ധിക്കും. 8 കൊല്ലം QLS പോയിട്ട് എന്തുണ്ടായി? 8 കൊല്ലം 1ാം റാങ്കിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി. എന്തിനാ ഇത്? ആരെ കാണിക്കാനാ? ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ 8 കൊല്ലത്തെ 1ാം റാങ്കുകാരനാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് ഖുർആനുമായി അടുത്തിടപഴകി എന്നതുകൊണ്ട് ഒരു പദവി കിട്ടുകയും. ഓക്കെ, ഇതിന്റെ പേരിൽ സ്വർഗമുണ്ടെന്ന് പറയുമോ? ഇതൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായും ഖുർആനിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവായിട്ടാണ് അതിനെ അള്ളാഹു കാണുന്നത്. വിശുദ്ധ ഖുർആനിനെ ആദരിക്കേണ്ടത് എങ്ങനെയാ? പലതരത്തിൽ ആദരിക്കും. ഒരുപാട് ആദരവിന്റെ ഭാഗങ്ങളുണ്ട്. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിനെ ആദരിക്കേണ്ടത്, ഒന്ന്, അത് ഏറ്റവും നല്ല സ്ഥലത്ത്, പവിത്രമായ സ്ഥലത്ത്, ഭക്തമായ രീതിയിൽ, ശുദ്ധമായ സ്ഥലത്ത് വെക്കുക എന്നതാണ് ഖുർആനിനോട് കാണിക്കുന്ന ഒരു ആദരവ്. നിങ്ങൾക്കുണ്ടായിരുന്നോ? പണ്ട് ഒരു ഖുർആൻ മദ്രസയിൽ പോയപ്പോ എനിക്കുണ്ടായിരുന്നു. ആ ഖുർആൻ വെള്ളത്തുണിയിൽ പൊതിഞ്ഞതായിരുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് വാലുകൊണ്ട് അത് കെട്ടിവെക്കുമായിരുന്നു. അത് ഖുർആനിനോടുള്ള ഒരു ആദരവാണ്. പക്ഷേ അത് മാത്രമാണ് ഖുർആനിനോടുള്ള ആദരവ് എന്ന് അന്ന് ചിലർ, ഇന്നും നമ്മൾ പലരും അങ്ങനെ വിചാരിച്ചു. അത് ഖുർആനിനോട് കാണിക്കുന്ന ഒരു ആദരവ് തന്നെയാണ്. അങ്ങനെ സൂക്ഷിക്കണം. വളരെ വ്യക്തമായി ഫയലിൽ നല്ല ഒരു കവർ ചെയ്തുകൊണ്ട് നന്നായി പൊതിഞ്ഞിട്ട് നല്ല സ്ഥലത്ത് ഖുർആൻ വെക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, സങ്കടത്തോടുകൂടെ, ഖുർആനിനോട് കാണിക്കുന്ന ഈ ഒരു ആദരവിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി ഖുർആന്റെ കോലം നോക്ക്. ഏത് നിലക്കാ ഖുർആൻ കിടക്കുന്നത്? നാളെ രാവിലെ മദ്രസയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നോക്ക്. ഒന്നിനും കൊള്ളാത്ത വേസ്റ്റുകളെല്ലാം കൂട്ടിയിടപ്പെട്ടിട്ടുള്ള ഒരു ഷെൽഫിനകത്ത് 5, 10, 20 ഖുർആനുകൾ കൂടി നിൽക്കുന്നുണ്ടാകും. നൂലിഴ ബന്ധമില്ല, അതെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു, ചട്ടയില്ല, പൊടിപടിഞ്ഞിരിക്കുന്നു, മാറാലക്കിടയിൽ കിടക്കുന്നു. ഇത് ഖുർആനിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് കൂട്ടരെ. വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്നത് പറയുമ്പോൾ ആത്യന്തികമായി അവിടെ കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ അത് ആദരിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത്, എല്ലാറ്റിന്റെയും മീത വെക്കേണ്ടത് വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ മീത മറ്റൊന്നിനെ വെക്കല്ലേ. ഖുർആനിനെ നിങ്ങൾ ഇങ്ങനെ ആട്ടിയാട്ടി നടക്കല്ലേ, ഡയറി കൊണ്ട് നടക്കുന്നത് പോലെ. അരുത്. അതൊക്കെ ഖുർആനിനോട് കാണിക്കുന്ന അനാദരവ് തന്നെയാണ്. ആദരിക്കണം. ഏറ്റവും ഭക്തമായ രീതിയിൽ, ഏറ്റവും ഇഷ്ടമായ രീതിയിൽ, ഏറ്റവും ഹൃദ്യമായി അഥവാ ഹൃദയത്തോട് ചേർത്ത് വിശുദ്ധ ഖുർആനിനെ കൊണ്ട് നടക്കണം. ഇന്ന് ചെന്ന് പരിശോധിക്കണം. അങ്ങനെ കേടുപാടായി കിടക്കുന്നതുണ്ടെങ്കിൽ അത് നല്ല നിലക്കാക്കി വെക്കണം. ഒരു വിധവും പറ്റാത്തതാണോ അത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഒന്നുകിൽ അത് കത്തിച്ച് കളയണം. അങ്ങനെ അതിനെ ആദരിക്കണം.
ഉപയോഗിക്കാതെ ഇട്ടേച്ച് വെറുതെ ഇങ്ങനെ പൊടി പിടിച്ച് പോകാൻ പാടില്ല. രണ്ടാമതൊരു ആദരവ് വിശുദ്ധ ഖുർആനിനെ സാവകാശക്രമത്തിൽ പാരായണം ചെയ്യുക എന്നതാണ്. സാവകാശക്രമത്തിൽ നിയമാനുസൃതം പാരായണം ചെയ്യുക എന്നത് ഖുർആനിനോട് കാണിക്കുന്ന ആദരവാണ്. നാട്ടിലെ പൗരപ്രമുഖന്റെ ഒരു പദപ്രയോഗം, എഴുത്തിലെ ഒരു വാചകം തെറ്റായി ഉദ്ധരിച്ചാൽ അന്ന് പിറ്റേ രാവിലെ മുതൽ പത്രകോളങ്ങളിൽ വലിയ ചർച്ചയായിരിക്കും. മീഡിയകൾ മുഴുവനും നിഴലിച്ചത് പ്രതിഫലിപ്പിക്കും. എന്നിട്ട് വലിയ കോളിളക്കമുണ്ടാക്കും, പ്രശ്നമുണ്ടാകും. എന്തേ കാരണം? പൗരപ്രമുഖന്റെ നേതാവിന്റെ വാചകത്തെ ഓട്ടിമാട്ടി പറഞ്ഞു. അതുകൊണ്ട് എങ്കിൽ ഈ നേതാക്കന്മാരുടെയും നമ്മുടെയുമെല്ലാം അധിപനായ പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ച റബ്ബിന്റെ ഈ വചനങ്ങളെ യാതൊരു ചിട്ടയുമില്ലാതെ, യാതൊരു അടക്കവും ഒതുക്കവും നിയമബോധവുമില്ലാതെ തോന്നിയതുപോലെ അക്ഷരത്തെറ്റുകളോടുകൂടെ പാരായണം ചെയ്തു പോയാൽ അത് പടച്ച തമ്പുരാനോട് കാണിക്കുന്ന, വിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന ഹുറുമാത്ത് എന്നാണ് അല്ലാഹു അതിനെ കുറിച്ച് പറഞ്ഞത്. വമൻ യുഅള്ളിം ഹുറുമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഹുറുമാത്താക്കിയ വസ്തുക്കളെ ആദരിക്കുന്നവർ അവർക്ക് പ്രതിഫലമേറെയുണ്ട്, സ്വർഗമുണ്ട് എന്ന് വിശുദ്ധ വചനങ്ങൾ, ഖുർആനിലെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതൊന്ന് അർത്ഥബോധത്തോടെ ആയിരിക്കുക, അതാണ് ആദരവ്. ഒരർത്ഥവും അറിയാതെ വെറുതെ ഇങ്ങനെ ചെല്ലിപ്പോവുക. നമ്മളെ നാട്ടിലെ പാട്ടുകളും ഈ ഖുർആനിലെ ആയത്തും ഒരുപോലെ അങ്ങനെ പാടിപ്പോവുക. ബുർദ ആസ്വാദനവും ഖുർആനിന്റെ വെറുത ആസ്വാദനവും ഇതിനകത്തൊന്നുമില്ല, അത് സാമ്യമായി പോയി. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ബുർദ ആസ്വാദനം പോലെ പാടി ഓതി കേൾപ്പിച്ച് ആസ്വാദനം നൽകി പോകുക എന്നും മാത്രമാണ് ഖുർആൻ ആസ്വാദനം എന്ന് കേൾക്കുമ്പോൾ നാം പലരും തെറ്റിദ്ധരിച്ചതും. ഖുർആനിന്റെ മാധുര്യം എന്ന വിഷയം കേട്ടപ്പോ നാം പലരും തെറ്റിദ്ധരിച്ചത് അത് നല്ല മധുരത്തിൽ ഓതുന്നത് കേൾക്കാൻ മാത്രമാണെന്ന. അതല്ല, അവിടെയല്ല ഇരിക്കുന്നത്. ഖുർആനിന്റെ മാധുര്യവും ആസ്വാദനവും ഒക്കെ പ്രധാനമായ 3 ഘടകങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ മാത്രമുണ്ടാകുന്നതാണ്. കേവലം പാരായണ ആസ്വാദനം അല്ല ലക്ഷ്യം. അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നന്നായി പാരായണം ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ പ്രവാചകൻ ഓതിക്കൊടുത്തതും ഏറ്റവും നല്ല പാരായണവും ശബ്ദത്തോടുകൂടെയും ഈണത്തോടെയും നിയമാനുസൃതവുമാണ്. പ്രവാചകൻ സഹാബത്തിനും അങ്ങനെ തന്നെയാ കേൾപ്പിച്ചത്. സഹാബത്ത് അവിടെ നിന്ന് താഴോട്ടും ഓതി കേൾപ്പിച്ചത് അങ്ങനെയാ. അതുകൊണ്ട് ഈണത്തോടുകൂടെ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവൻ അല്ല എന്നുപോലും പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഭയപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിക്കണം. അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തേത് അർത്ഥബോധം ഉണ്ടായിരിക്കുക. മൂന്നാമത്തേത് അത് പ്രവൃത്തി, അമലായി മാറുക. നാം ആദ്യം പറഞ്ഞതുപോലെ ഇത് മൂന്നും ഉണ്ടാകുമ്പോ ഖുർആൻ പാരായണ ആസ്വാദനം ലഭിക്കുന്നതോടൊപ്പം, ആശയം മനസ്സിലാക്കിയ ഒരു കുളിർമയുണ്ടാകുന്നതോടൊപ്പം, അത് പാലിച്ചതുകൊണ്ട് ഇഹത്തിലും പരത്തിലും മാധുര്യപൂർണമായ ജീവിതം അനുഭവിക്കാൻ കഴിയും. അവിടെയാണ് വിശുദ്ധ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത്. ഓരോ വചനങ്ങളും പഠിച്ചു പോകുമ്പോൾ 8-ാം അധ്യായം സൂറത്തു അൻഫാലിലെ ആദ്യ ഭാഗത്ത് 2-ാമത്തെ വചനം കാണാം. വിശ്വാസികളെ പരിചയപ്പെടുത്തിയെടുത്ത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അടുത്ത ഭാഗം വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ. അവർക്ക് നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുകയായാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പോഴാണ് ഖുർആനും ഞാനും തമ്മിലുള്ള ബന്ധം ഇതാണെന്ന് കൺകുളിർമയോടുകൂടെ, മനസ്സന്തോഷത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, നാം ഭയപ്പെടേണ്ട ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം. സമയം ദീർഘിക്കുന്നു എന്നെനിക്കറിയാം, അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ ഒരു വചനമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വിഭാഗം ആളുകളെ നേർക്ക് ചൂണ്ടിയിട്ട് അള്ളാഹിനോട് പരിഭവപ്പെടുന്ന, പരാതി പറയുന്ന ഒരു സംഭവമാണ്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. വഖാല റസൂൽ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഈ സമൂഹം, വിശുദ്ധ ഖുർആനിനെ ഈ സമുദായം അല്ലാഹുവേ മഹ്ജൂറാക്കിയിരിക്കുന്നു, ആട്ടിക്കളഞ്ഞിരിക്കുന്നു, തള്ളിക്കളഞ്ഞു, അകറ്റിക്കളഞ്ഞിരിക്കുന്നു എന്ന്. ഇതിനെക്കുറിച്ച് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നതാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ചില ഭാഗം.
എന്താണ് മഹജൂർ, എന്താണ് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ഈ ഒരൊറ്റ സംസാരം കേൾക്കുന്നതോടുകൂടെ ഞാനും നിങ്ങളും മഹജൂർ എന്ന വിഭാഗത്തിൽ, ഖുർആനിനെ മഹജൂറാക്കിയവരിലാണോ അല്ലേ ഇന്ന് വരെ എന്ന് ആലോചിക്കാം. അതിനെ പറയുന്നത് സഅമൂ അന്നഹു സിഹ്ർ, ഇത് സിഹ്റാണ് എന്നവർ പറഞ്ഞു, ഇത് സിഹ്റാണ് എന്നവർ പറഞ്ഞു. അതാണ് മഹജൂറാക്കി എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം. അങ്ങനെയാണല്ലോ, ഇത് സിഹ്റാന്ന് പറഞ്ഞു. പ്രവാചകനെ പല നിലക്കും എതിർത്ത് നാശാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതെ പോയപ്പോ അവസാനം പറഞ്ഞൊരു പ്രയോഗ, സിഹ്റാണ് കേട്ടോ, ഇത് സിഹ്ർ ബാധിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു. അതിനു വേണ്ടി പറഞ്ഞുണ്ടാക്കിയതായിരുന്നു. പലപ്പോഴും നമ്മുടെ പല സഹോദരങ്ങളും ഇപ്പോഴും അതിനെക്കുറിച്ച് ഈ വിധത്തിൽ ആലോചിച്ചിട്ടില്ല. ഖുർആനിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രയോഗിച്ച ഒരു പ്രയോഗം അത് പ്രവാചകനിലേക്കും ചേർത്തതാ. അങ്ങനെ പറഞ്ഞു എന്നതാണ് അവർ ഖുർആനിനെ ആട്ടിക്കളഞ്ഞു, അകറ്റിക്കളഞ്ഞു, ദൂരെയാക്കി എന്നതിന്റെ ഒരു ഉദാഹരണം, ഒരു കാരണം. രണ്ടാമത് വിശദീകരിക്കുക, ഷിർ, ഇത് കവിതയാണ്, ഇതെന്തോ പാട്ടുകളാണ് എന്നവർ പറഞ്ഞു. സിഹ്റാണെന്ന് പറഞ്ഞതുപോലെ ഷിറാണെന്ന് പറഞ്ഞു. മറ്റൊന്ന് ആറദു അൻഹു വലം യസ്മഉ ബിഹി, അവർ അതിൽ നിന്ന് അവഗണനയോടെ നിൽക്കുകയും കേൾക്കാൻ കാതു കൊടുക്കാതിരിക്കുകയും ചെയ്തു. കേൾക്കാൻ കാതുകൊടുത്തില്ല. ഖുർആൻ പഠന സംരംഭം നാട്ടിൽ സ്വന്തം മഹലിൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 1-2 ബാച്ചുകൾ നടക്കുന്നു. ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത, ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ അതിനകത്ത് ചെന്നിരുന്ന് പഠിക്കാത്ത ആളുകൾ, ഇനിയല്ല അവിടെ ചെല്ലണ്ട, വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പഠിച്ചാൽ മതി, നെറ്റിലൂടെ പഠിച്ചാൽ മതി, ക്ലാസ് റൂമുകളിൽ നിന്ന് പഠിച്ചാൽ മതി. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ അവരെ സംബന്ധിച്ചാണ് ഇവർ മഹജൂറാക്കി എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, അല്ലാഹുവിലേക്ക് വിശുദ്ധ ഖുർആനിലൂടെ ക്ഷണിക്കപ്പെടുമ്പോ ഖാലു, അവർ പറഞ്ഞു, ഇല്ല ഞങ്ങളില്ല, എന്തിനാപ്പ അതിനൊക്കെ നിൽക്കുന്നത്, ഇവിടെ എന്തൊക്കെ ജാതി, ഏതൊക്കെ സംഘടനകൾ, എന്തോ ആൾക്കാരാ, ഞാനിപ്പോ ഒന്നിനും ചെവി എടുക്കില്ല. ഇതും പറഞ്ഞിട്ട് എന്തിനാപ്പോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു, അതിനെ അകറ്റി നിർത്തുന്നു. എന്താണ് ഖുർആൻ മഹജൂറാക്കി എന്ന് പറഞ്ഞാൽ? തർക്കു അമലിഹി, ആ ഖുർആനിനെ അമലാക്കിയില്ല. ആ ഖുർആനിലെ വചനങ്ങളെ അമലാക്കിയില്ല. അതുകൊണ്ട് അവർ ഖുർആനിനെ അവഗണിച്ചു. അത് മനപ്പാഠമാക്കാൻ ശ്രമിക്കുന്നില്ല. മുഴുവനും എല്ലാവരും മനപ്പാടാക്കി തീർക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അല്പമെങ്കിലും മനപ്പാഠമാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ആയത്തുൽ കുർസി അറിയാത്തവർ എത്ര ഉണ്ടാകും? എന്താണ് ആയത്തുൽ കുർസി? ആമനർ റസൂൽ അറിയാത്തവർ എത്രയുണ്ട്? എന്താണ് ആമനർ റസൂൽ? എന്നാൽ ദേശീയ ഗാനം കൃത്യമായി അറിയാം, മറ്റു പല പാട്ടുകളും കൃത്യമായി അറിയാം. ആലോചിക്കേണ്ടതുണ്ട്. ആദരിക്കപ്പെടേണ്ട ഗ്രന്ഥം, അവഗണിക്കാൻ പാടില്ലാത്ത ആശയങ്ങൾ, വചനങ്ങൾ മഹ്ജൂറാക്കി കളഞ്ഞു എന്ന് പ്രവാചകൻ പറയാ. തർക്കുൽ ഈമാൻ വ തസ്ദീഖിഹി, ഈമാനു ബിഹി വ തസ്ദീഖിഹി, അതിനെ അങ്ങ് ഉൾക്കൊള്ളാൻ പരുവത്തിലെത്തുന്നില്ല, അതിനെ അങ്ങ് സ്വീകരിക്കുന്നില്ല. ഖുർആൻ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിപ്പോ സാമ്പത്തികമായ ഇടപാടുകളെ സംബന്ധിച്ച് പറഞ്ഞ് അതങ്ങോട്ടങ്ങ് എത്തുന്നില്ല. കൂടിയാലോചന വേണം എന്ന വചനങ്ങൾ അതങ്ങനെ അങ്ങ് സ്വീകരിക്കുന്നില്ല, അതിനെ തസ്ദീഖ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനർത്ഥം അവർ അതിനെ അവഗണിച്ചു, മഹജൂറാക്കി. തർക്കു തദബ്ബുരിഹി, ഖുർആനിലെ വചനങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുന്ന, ആഴത്തിൽ ചിന്തിക്കുന്ന അവസ്ഥയില്ലെങ്കിൽ ആ വ്യക്തി ഖുർആനിനെ മഹജൂറാക്കി എന്നാണ്. തർക്കുൽ അമലി ബിഹി വംതിസാലി അവാമിരിഹി, ഖുർആനിന്റെ ചില കൽപ്പനകളുണ്ട് നിങ്ങൾ ചെയ്യണം എന്നത്, അത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ മഹജൂറാക്കി. വജ്തിനാബി സവാജിരിഹി, അത് അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുന്നില്ല, അവർ അത് വീണ്ടും അതിനെ ഉൾക്കൊള്ളാതെ ആ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതും ഖുർആനിനെ മഹജൂറാക്കിയതാണ്. അവസാനം പറയുന്നത് ശ്രദ്ധേയമാണ്. അൽ അദൂലു മിൻഹു ഇലാ ഗൈരിഹി മിൻ ശിഅരിൻ ഔ ഗനാഇൻ, ഖുർആൻ കേൾക്കുന്നതിൽ നിന്ന് മാറി ഇന്ന് ഓരോ ഭവനങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം, ഒരുപാട് ആൽബങ്ങളുടെ ആ വരികൾ, ആൽബങ്ങളിലെ വരികളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്ക് നിങ്ങൾ. കുടുംബം കലക്കുന്ന, ദാമ്പത്യം ത്വലാഖിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങൾ കാണാം. പലപ്പോഴും ആൽബങ്ങളിലൂടെ കേട്ട് കൊതിച്ചുപോയി
വിവാഹം നടന്നിട്ടുള്ള ഒരുപാട് ദമ്പതികൾ വിവാഹമോചനത്തിന് ആവശ്യപ്പെടുന്നു. എന്തേ കാരണം എന്നറിയോ? ഈ പാട്ടിൽ പറഞ്ഞ ഈ വരികൾക്കുള്ളിൽ നിറച്ചു വച്ചിരിക്കുന്ന ഒന്നും ഈ യഥാർത്ഥ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന്. ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കുട്ടികളുടെ മനസ്സിൽ, കുട്ടികളുടെ ശബ്ദങ്ങൾ. വീട്ടിൽ ഒന്ന് ആഴത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലെ സംഗീതോപകരണം ഹലാലോ ഹറാമോ എന്നൊക്കെ ഭയങ്കര ചർച്ച നടത്തുക. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇതിനകത്ത് വരുന്ന മുഴുവൻ ശബ്ദങ്ങളും മുഴുവൻ ചിത്രങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളും ഉമ്മയും മക്കളും ഭാര്യയും എല്ലാവരും കുടുംബവും ഒക്കെ ഉണ്ട്. പക്ഷെ ചർച്ച ഇങ്ങനെ പുറമെ വേറെ നടക്കുക. ആലോചിക്കേണ്ട വിഷയം തന്നെയാ അവിടെ. ഈ സാധനം മുഴുവനും അല്ല ഹറാം. അതെന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാ ഹറാം. അപ്പോഴാ നമ്മുടെ വീട്ടിലെ ഈ പല മീഡിയകളും ഹറാമിന്റെ ഗണത്തിൽ വരുന്നത്. നാം നന്മക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നില്ല. നല്ല സംഗതികളുടെ സമയമാകുമ്പോ, വാർത്തയുടെയും മറ്റും സമയമാകുമ്പോ നമ്മളത് നമ്മുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചോടി വരിക. സഹോദരങ്ങളെ, ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ അവഗണിക്കുക എന്ന് പറഞ്ഞതിനർത്ഥം ഖുർആൻ കേൾക്കുന്നില്ല. നമ്മുടെ വാഹനത്തിൽ കയറിയ ഉടനെ വരുന്നത് ഖുർആനിന്റെ ഒരായത്ത് എപ്പോഴെങ്കിലും ഇടക്കിടക്കെങ്കിലും ഒന്ന് കേൾക്കാൻ നാം അവസരം കണ്ടെത്തുന്നില്ല. അൽ അദൂലു മിൻഹു ഇലാ ഗൈരിഹി മിൻ ഷിറിൻ ഔ ഗനാഇൻ ഔ ലഹ്വിൻ എന്നിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കാം. നമ്മിൽ ഉത്തമർ ആരാണ്? നാട്ടിലെ, ഒരു മഹല്ലിലെ, ഒരു രാജ്യത്തെ, ലോകത്തെ ഏറ്റവും ഉത്തമരായ ആൾക്കാർ ആരാ? തീർച്ചയായും വിശുദ്ധ ഖുർആനിനെ അമലായി സ്വീകരിക്കുന്ന ആളുകൾ ആണ്. അതുകൊണ്ട് ആ പ്രവാചകൻ ഒറ്റ വാചകത്തിൽ വിശദീകരിച്ചു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നല്ല കേട്ടോ ഇവിടെ വചനം. വ എന്നാണ് ചേർത്തത്, ഔ അല്ലമഹു എന്നല്ല. തഅല്ലമൽ ഖുർആന വഅല്ലമഹു, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവുക. പഠനം നടത്തി ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരായിരിക്കും ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന്. സഹോദരങ്ങളെ, ആലോചിക്കുക. ഖുർആനും നമ്മളും എന്ന് പറയുമ്പോൾ ഖുർആനും അതിന്റെ അർത്ഥതലങ്ങളും ഞാനും എങ്ങനെയുണ്ട്? ഖുർആനും അതിന്റെ പ്രാവർത്തിക മേഖലയും ഞാനും എവിടെ നിൽക്കുന്നു? ഖുർആനും അതിന്റെ വായനയും ഞാനും എവിടെ നിൽക്കുന്നു? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വിഷയകമായി ശക്തമായി ചിന്തിക്കുവാനുള്ളത്. അക്ഷരം തെറ്റില്ലാതെ പാരായണം ചെയ്യുക എന്നത് ഖുർആനിനോടുള്ള ആദരവാണ് എന്ന് നാം സൂചിപ്പിച്ച കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. 20-ാം അധ്യായം സൂറത്തു താഹയിലെ 114-ാമത്തെ വചനം കാണാം. വലാ തഅജൽ ബിൽ ഖുർആൻ. ഈ ഖുർആനെ കൊണ്ട് ഈ ഭയങ്കര തിരക്കിൽ പോണ്ടാന്ന്, ധൃതിപ്പെടണ്ടാന്ന്. നോമ്പ് വരാൻ പോവാ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ പരിശുദ്ധ റമദാൻ അനുഭവിക്കാനുള്ള ഭാഗ്യം നീ പ്രദാനം ചെയ്യണമേ. ആ പരിശുദ്ധ റമദാൻ ഇങ്ങ് വന്നാൽ 3-4 ഖത്തം ചെയ്യാനുള്ള പൂതിയാ നമ്മളൊക്കെ മനസ്സിൽ. എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഒരുപാട് ഖത്തം ദിവസം 3-4 ജുസ് കണ്ട് ഓതി തീർത്താൽ അതിനകത്ത് തജ്വീദ് എത്ര ഉണ്ടാവും? അല്ല, ഒരു പണിയില്ലാതെ രാവിലെ മുതൽ 24 മണിക്കൂർ ഇരുന്ന് ഓതിയാൽ തീരും. അതൊക്കെ അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ മണിക്കൂറുകൾ മതി ഖുർആൻ മൊത്തം തീർക്കാൻ. എനിക്ക് തോന്നുന്നു ഒരു പേജിന് 5 മിനിറ്റ് മതിയാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 600 × 5 ഗുണിച്ചാൽ എത്ര ദിവസം വരും എന്നറിയാം. കൃത്യമായ ഓതാൻ പറ്റുമോ? 5 മിനിറ്റ് ഒന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്യുക? തജ്വീദ് അനുസരിച്ച് ഓതാനാണ് ഞാൻ ഈ സമയം പറഞ്ഞത്. 5 മിനിറ്റ്, 4 മിനിറ്റും 22 മിനിറ്റും വരും. ഞാനൊരു പേജ് ഇങ്ങനെ ഓതി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാ. അത് ചില പേജിൽ കിട്ടുകയില്ല, ഒരുപാടുണ്ടാവും, നിയമങ്ങൾ വേറെ ഉണ്ടാകും. അപ്പൊ 5-6 മിനിറ്റ് ഒക്കെ വരും. അങ്ങനെ വളരെ ഭക്തമായ സാഹചര്യത്തിൽ ശുദ്ധിയോടുകൂടെ നിയമാനുസൃതം പാരായണം ചെയ്തു പോകണം എന്നാ. അല്ലാതെ അക്ഷരത്തെറ്റോടുകൂടെ ഓതിയാൽ അത് വചനമായി ഖുർആൻ ഫലാ യുഅ്തബറു ബിൽ ഖുർആൻ, അത് ഖുർആനായി പരിഗണിക്കപ്പെടുക പോലും. അക്ഷരം തെറ്റിച്ച് ഓതിയിട്ട് ഇത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ അപ്പുറത്ത് സ്റ്റേജ് കെട്ടിയിട്ട് പറയും, മൗലവി ഉസ്താദ് നിങ്ങൾ പറയണം, നിങ്ങൾ ഇന്നലെ ഓതിയ ആയത്ത് ഖുർആനിൽ എവിടെയുള്ളതെന്ന് ചോദിക്കും. കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? സാധ്യമല്ല, കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അതോടെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകും. വണ്ടി എടുത്തിട്ട് ഡ്രൈവിംഗ് ഒന്നും പ്രത്യേകമായി പഠിക്കാതെ ലൈസൻസ് ഒന്നും ഇല്ലാതെ ചെമ്മാട്ടും അങ്ങ് പോവുക. വണ്ടി തലപ്പാറ വരെ ഞാൻ പോയി, എനിക്ക് ഇവിടെ ഒരു നിയമവും ഇല്ലാന്ന് പറഞ്ഞിട്ട് നല്ല കോലുണ്ടാവും. അപ്പൊ തന്നെ ആരെങ്കിലും ഒന്നിനെ ഇടിക്കും, പ്രശ്നം ഉണ്ടാവും, മരണം സംഭവിക്കാം. അല്ലെ അപ്പുറത്ത്
അപ്പുറത്തെ മതിലിന് പോയി ഇടിക്കും, വീട്ടുടമ വരും, പ്രശ്നങ്ങളാകും, കേസും വഴക്കും വക്കാണവും കൂടും. ഇത് തന്നെ ഖുർആനും. ഖുർആനിന് പാരായണത്തിന് ചില മര്യാദകളൊക്കെയുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാതെ ഓതിയാല് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരക്ഷരം മാറിയാൽ പ്രശ്നമുണ്ടാകും. ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും സൂചിപ്പിക്കുന്ന കുറെ വചനങ്ങളുണ്ട്. ഒന്നുകൂടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കാം. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ ഒരു വചനമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുന്ന ആളുകൾ മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു വജാഅ ബിഖൽബിൻ സലീം എന്ന്, മുനീബ് എന്ന് ഖാഫിൽ കാണാം. ബിഖൽബിൻ മുനീബ് ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അന്യൂനമായ ഹൃദയവുമായി ചെന്നവർക്കാണ് രക്ഷയുള്ളത്. നമ്മളത് ഓതിയപ്പോ ഒരക്ഷരം മാറിയാലും ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ഖാഫിന് പകരം കാഫോതി. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഒരു കുഴപ്പമില്ലാത്ത നായനെയും കൊണ്ട് ചെന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടും എന്ന്. ഖുർആനിൽ അങ്ങനെ ഒരു വചനമില്ല. ഒരക്ഷരം മാറിയാൽ അത് ഒരുപാട് അകലത്തേക്ക് മാറിപ്പോകും. ഒരുപാട് വലിയ ഒരു അർത്ഥവ്യത്യാസം വരുന്ന ഭാഗം നോക്ക് നിങ്ങൾ. മതത്തെ കളവാക്കുന്നവൻ ആരാ? ഒരു സൂറത്തിന്റെ ആദ്യ ഭാഗം തന്നെ അടുത്ത വചനം പല ആൾക്കാരും നിസ്കാരത്തിലും അല്ലാതെയൊക്കെ ഓതിപ്പോവുക ഒഴുക്കില്. അങ്ങനെ ഒരു വചനം ഉണ്ടോ ഖുർആനില്? ഫദാലിക്കല്ലദീ യദൂൽ യതീം എന്നുണ്ടോ? മതത്തെ കളവാക്കുന്നവൻ ആരാ? ഫദാലിക്കല്ലദീ യദൂൽ യതീം. യതീമിനെ അണച്ചുകൂട്ടുന്നവൻ, ചേർത്ത് വിളിക്കുന്നവൻ, വിളിച്ചു ചേർക്കുന്നവൻ, അവനെ സഹായിക്കുന്നവൻ മതത്തെ കളവാക്കുന്നവനാ? നമ്മൾ ഓതിയെടുത്ത് ചെറിയൊരു കുഴപ്പം വന്നു, ചെറുതല്ല അത് വലുതാ, അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു ശബ്ദ് നഷ്ടപ്പെട്ടതാ, ദാലിന് ദമ്മും നഷ്ടപ്പെട്ടതാ. യദൂ എന്നോതി യദൂറു എന്നാണ് ഓതേണ്ടത്. അങ്ങനെ തന്നെ ഓതണം, എന്നാലേ അള്ളാഹ് ഉദ്ദേശിച്ച അർത്ഥം വരുള്ളൂ. നമ്മളൊന്ന് ഓതുക, പടച്ചോൻ വിചാരിച്ചതാകുക, അങ്ങനെ ഒന്നും നടക്കൂല. എന്ന് തന്നെ ഓതണം. അപ്പോഴേ അത് ആ ആയത്തായി പരിഗണിക്കപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ ഇതിന് പുറമുള്ള ഒരു ആയത്ത് ചേർത്തു എന്നാ, പക്ഷെ അത് ഖുർആൻ ആവുകയില്ല. ഒരുപാട് ഭാഗങ്ങൾ കാണാം, ഒരുപാട് ഭാഗങ്ങൾ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്ന് നമ്മൾ ഓതിയിട്ടില്ലേ? ഓതാറില്ലേ? മെനയാന്ന് ഓതിയില്ലേ? ജുമുഅക്ക് ഇമാമ് നിന്നപ്പോഴോ അല്ലാതെയോ ഒക്കെ ഓതിപ്പോയില്ലേ? അങ്ങനെ ഒരു ആയത്തുണ്ടോ ഖുർആനില്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്നല്ല ഖുർആനിലുള്ളത്. ഈ ബിലി എന്ന് ബാഇന് കസ്റ, ഒരു കസ്റാണ്ട് പോയാ എന്താ? അത് പാടില്ല. വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഓരോ ഹർഫുകളും അക്ഷരങ്ങൾ തെറ്റാതെ, നീട്ടേണ്ടിടത്ത് നീട്ടി, നീട്ടാൻ പാടില്ലാത്തിടത്ത് നീട്ടാതെ, മണിക്കേണ്ടിടത്ത് മണി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കാണ് അള്ളാഹുവും പ്രവാചകനും വിളിക്കുന്നത്. 8-ാം അധ്യായം സൂറ അൻഫാലിലൂടെ അള്ളാഹു ആ ഒരു വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അള്ളാഹുവും അവന്റെ പ്രവാചകനും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് ജീവസ് നൽകുന്ന, ഓജസ് നൽകുന്ന, ഊർജം നൽകുന്ന, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, കരുത്ത് നൽകുന്ന കാര്യങ്ങളിലേക്കാണ്. അള്ളാഹു ഹറാമാക്കിയ ഒന്നും ഇന്നേ വരെ ഹലാലാക്കണമെന്നോ ഹലാലാക്കേണ്ടതായിരുന്നുവെന്നോ പറയപ്പെടുന്നില്ല. ആർക്കും അത് അങ്ങനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ തിരുത്തേണ്ടതോ ആയ ഘട്ടമില്ല. അള്ളാഹു ഹലാലാണെന്ന് പറഞ്ഞത് ഹറാമുമായിട്ടില്ല. നന്മ തന്നെ, തിന്മ തന്നെ. അരുതെന്ന് പറഞ്ഞത് ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് വ്യക്തിയും കുടുംബവും നാടും രാജ്യവും അഭിമുഖീകരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അമലായി സ്വീകരിക്കുക എന്ന രീതിയിൽ ആ വചനങ്ങൾ കേട്ടപ്പോഴാണ് ഉമർ എന്ന ദാദാ എങ്കിൽ ഇതൊന്ന് കാണണം. ആദ്യം അവർക്കിരുവർക്കും അടികിട്ടി. ശേഷം അദ്ദേഹം ആ കിതാബ്, ആ പുസ്തകം അദ്ദേഹത്തിന്റെ ഭാഷയിൽ അതെടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനെ അതിനെക്കുറിച്ച് കാണുന്നത്.
അദ്ദേഹം പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ ഒരു സന്ദർഭമാണത്. എന്നിട്ട് എത്രത്തോളമായി, ആരായിരുന്നു, ഇതെന്തൊരു പരിവർത്തനമാ. ആരായിരുന്നു ഉമർ? ദാതയായിരുന്നു, ഒളിഞ്ഞിരിക്കുകയായിരുന്നു. തക്കം പാർത്തിരുന്ന് അതിലൂടെ പോകുന്ന കച്ചവട സംഘത്തിന്റെ ചരക്കുകൾ കൊള്ള ചെയ്യുക, അവരിൽ നിന്ന് പിടിച്ചെടുക്കുക, എന്നിട്ട് തന്റെ ഉപജീവനമായി അത് സ്വീകരിച്ചു പോരുന്ന ഒരു സമ്പ്രദായം. അങ്ങനെയായിരുന്ന ഉമറാണ് പരിവർത്തിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ ഞാനും നിങ്ങളും എന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെയുള്ള അമലായി മാറി വരാനുള്ള പാരായണത്തിലേക്ക് എത്താത്തത് കൊണ്ട് പല വിഷയങ്ങളിലും ഇന്നും നമ്മൾ ഖുർആൻ പറഞ്ഞിടത്ത് എത്തിയിട്ടില്ല. എന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അവിടെ എത്തിയിട്ടില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സന്ദർഭമുണ്ടായി. ഒരു മനുഷ്യൻ ചെന്നിട്ട് സഹായം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സൂബു നയ്യാതി വ ഉമ്മാഹുന്ന. നന്മയുടെ കേദാരമായ ഉമർ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഉമറെ, എന്റെ മക്കളും അവരുടെ ഉമ്മയും ഇതാ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കണം. അദ്ദേഹം പ്രതികരിച്ചു, ഇല്ലെങ്കിൽ എന്തേ, ഞാൻ അങ്ങ് പോകും, പോയാൽ എന്തേ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞത്, യൗമാ തകൂനുൽ ആതിയാതുഹുന്ന ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്ന. ഒരു ദിവസം വരാനിരിക്കുന്നു, അന്ന് സുഹൃതങ്ങളുടെ, കർമ്മങ്ങളുടെ, ദാനധർമ്മങ്ങളുടെ ഒക്കെ പേരിൽ ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുന്ന ദിവസമാണത് എന്ന്. ഇതും പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് തന്നെ വിളിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഏർപ്പാട് ചെയ്യുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, അതാണ് പരിവർത്തനം എന്ന് പറഞ്ഞത്. ലിദാലിക്കൽ യൗം എന്നാ പറഞ്ഞത്. ലാ ലിശിരിക, നിന്റെ ഈ പാട്ട് കേട്ടിട്ടല്ല ഇത് ചെയ്തു തരുന്നത്. ലിദാലിക്കൽ യൗം, ആ ദിവസത്തെ ഭയന്നിട്ടാണ് എന്ന്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കുക. ഈ വിശുദ്ധ ഖുർആൻ, ഈ വചനങ്ങൾ, ഖുർആനിലെ സ്വർഗ നരകങ്ങളെ കുറിച്ച്, രക്ഷാശിക്ഷകളെ കുറിച്ചുള്ള വചനങ്ങൾ ഞാനും നിങ്ങളും കേട്ടിട്ടില്ലേ? നാം കേട്ടിട്ടില്ലേ? കേൾക്കാത്തത് കൊണ്ടാണോ? ഒരാവർത്തിയെങ്കിലും അത് മനസ്സാന്നിധ്യത്തോടുകൂടെ വായിച്ചു നോക്കാൻ ആത്മാർത്ഥമായ നിലയിൽ സമയം കണ്ടെത്താത്തത് കൊണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് വചനങ്ങൾ കാണാം. ആ ഒരു ദിവസത്തിന്റെ ഭയാനകതകളെ കുറിച്ച് പറയുന്ന വചനങ്ങൾ. 77-ാം അധ്യായം സൂറത്ത് മുർസലാത്തിലെ 29 മുതൽ 40 വരെയുള്ള വചനങ്ങൾ ആമുഖമായി ഓതിക്കേൾപ്പിച്ചു. 10 തവണയാണ് പടച്ച തമ്പുരാൻ ആ സൂറത്തില് വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം വ്യാജമാക്കിയ ആളുകൾക്ക്, അംഗീകരിക്കാത്ത കള്ളമാക്കിയ ആളുകൾക്ക് നരകമായിരിക്കും, ശിക്ഷയായിരിക്കും, നാശമായിരിക്കും എന്ന വചനം. ആ വചനത്തിനിടയിൽ അള്ളാഹു പറയുന്ന പ്രയാസകരമായ സന്ദർഭങ്ങൾ നോക്കൂ നിങ്ങൾ. 29-ാമത്തെ വചനം, വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, എന്നിട്ട് അവരെ വേർതിരിച്ചിട്ട് പറഞ്ഞേക്കുക, ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. അന്ന് നിങ്ങൾ ഏതൊന്നിനെ ആയിരുന്നോ വ്യാജമാക്കിയിരുന്നത്, ഏതൊന്നിനെ ആയിരുന്നോ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞിരുന്നത്, ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ നന്മയായ നിലക്ക് ഉൾക്കൊള്ളുന്ന ആ ദിക്റിൽ നിന്ന് നിങ്ങൾ അവഗണിച്ചുവല്ലേ, അതിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞുവല്ലേ, എങ്കിൽ നിങ്ങളിതാ നിങ്ങൾ ആ നിഷേധിച്ചതിനെ ഇവിടെ കാണാൻ പോവാ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. എന്നിട്ടൊന്നുകൂടെ പറഞ്ഞു, ഇൻതലിഖൂ ഇലാ ളില്ലിൻ
സലാസി ശുഅബ്, 3 ജ്വാലകളുള്ള, 3 ശാഖകളുടെ ജ്വാലകളുള്ള ഭാഗത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലൂ എന്ന്. ലാ ളലീലിയു വലാ യുഗ്നി മിനൽ ലഹബ്, ആ തണൽ അത് ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ ചൂടിൽ നിന്ന്, ജ്വാലയിൽ നിന്ന് സമാധാനം, തണൽ നൽകുന്ന വിധത്തിൽ ഉള്ളതല്ല. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, വലിയ എടുപ്പ് സമാനമായ കെട്ടിടം പോലെയുള്ള ഒരുപാട് തീപ്പൊരികൾ പറന്ന് തെറിച്ച് വീഴുന്ന അവസ്ഥയുണ്ടാകും. അതിങ്ങനെ തെറിപ്പിച്ചുകൊണ്ടിരിക്കും, എറിഞ്ഞുകൊണ്ടിരിക്കും. കഅന്നഹു ജിമാലതുൻ സൂഫർ, മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങളെപ്പോലെ തോന്നും നരകാഗ്നിയിൽ നിന്ന് തെറിച്ച് വീണുകൊണ്ടിരിക്കുന്ന ഈ തീക്കനലുകളെ കണ്ടാൽ. അതുകൊണ്ട് തന്നെ ഭയപ്പെടണം, നിഷേധത്തിൽ നിന്ന് പിന്മാറണം. തള്ളിക്കളയുന്ന, വ്യാജമാക്കുന്ന ആളുകൾക്ക് അത് നാശകരമായ ദിവസം തന്നെയായിരിക്കും. ഹാദാ യൗമു ലാ യൻതിഖൂൻ, ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാത്ത ദിവസമത്രേ. ഒരക്ഷരം പോലും പടച്ചോനെ രക്ഷപ്പെടുത്താൻ ഇല്ല, യാതൊരു ഒഴികഴിവുകളും പറയാൻ കഴിയാത്ത. വലാ യുഅ്സനു ലഹും ഫയഅ്തസിറൂൻ, വല്ല ഉദ്റുകൾ, ഒഴികഴിവുകൾ പറയാൻ അനുവാദം പോലും നൽകപ്പെടാത്ത, ഒരക്ഷരം വായി തുറന്ന് പറയാൻ കഴിയാത്ത, അപേക്ഷിക്കാൻ കഴിയാത്ത ദിവസമാ. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുകൊണ്ട് വ്യാജമാക്കുന്ന ആളുകൾക്ക് നരകം അത് ഭയാനകമായിരിക്കും, പ്രയാസകരമായ ശിക്ഷയായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു അല്ലാഹു, ഹാദാ യൗമുൽ ഫസ്ലില്ലദീ ജമഅനാകും വൽ അവ്വലീൻ, ഹാദാ യൗമുൽ ഫസ്ൽ, വേർതിരിക്കുന്ന ദിവസമാണിത്. നല്ലവർ ചീത്തവർ, സ്വർഗക്കാർ നരകക്കാർ, രക്ഷയനുഭവിക്കേണ്ടവർ ശിക്ഷിക്കപ്പെടുന്നവർ എന്ന് വേർതിരിക്കുന്ന ദിവസമാണ്. അസ്സാബിഖൂൻ, വേർതിരിക്കപ്പെടുന്നവരാണ് മുഖറബീങ്ങളായ ആളുകൾ. അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ശിമാൽ എന്നിങ്ങനെ ആളുകളെ വേർതിരിക്കപ്പെടുന്ന ദിവസമാണിത്. ജമഅനാകും വൽ അവ്വലീൻ, അതിനു വേണ്ടി നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ള അഥവാ എല്ലാ ആളുകളെയും നാം ഇതാ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഫഇൻ കാന ലകും കൈദുൻ ഫകീദൂൻ, ഫഇൻ കാന ലകും കൈദുൻ ഫകീദൂൻ, ആകയാൽ നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്യ്, കാണട്ടെ എന്നാണ്. എന്നിട്ട് പറഞ്ഞു, സാധ്യമല്ല. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കണ്ട, അന്ന് നാശമായിരിക്കും എന്ന് ചുരുക്കം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനും നമ്മളും എത്ര നാളായി ഈ വിശുദ്ധ ഖുർആൻ എൻ്റെ വീട്ടിൽ, എത്ര നാളായി പള്ളിയിൽ കയറിയിരുന്ന ഉടനെ ഞാൻ ഈ ഖുർആൻ വായിക്കുന്നു, ഓതിപ്പോകുന്നു. എത്ര നാളായി ഞാൻ പല വചനങ്ങളും മനഃപ്പാഠമാക്കി പോന്നിട്ട്. പക്ഷേ എന്തേ എനിക്ക് ഖുർആനുമായുള്ള ബന്ധം? കേവല പാരായണമോ, അക്ഷരജ്ഞാനമോ? അതിലപ്പുറം പദാംഗങ്ങളെ സംബന്ധിച്ചും വചനാംഗങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചും കൃത്യമായി ബോധ്യപ്പെടുക. ഒരു കുടുംബത്തിലേക്ക് വരുന്ന പുതിയ പെൺകുട്ടി ആ കുടുംബത്തിലെ തൻ്റെ ഇണയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും നാത്തൂന്റെയും അനിയന്മാരുടെയും ജ്യേഷ്ഠന്മാരുടെയും പെങ്ങളുമാരുടെയും ഒക്കെ രീതിശാസ്ത്രങ്ങളും സ്വഭാവങ്ങളും എങ്ങനെയെന്ന് ബോധ്യപ്പെട്ടാലേ ആ കുടുംബാംഗങ്ങൾ ഒത്തൊരുമയോടെ പ്രയാസമില്ലാതെ സന്തോഷകരമായ ഇഹപര സൗഭാഗ്യം ഉണ്ടാവുള്ളൂ. ഇതുപോലെ വിശുദ്ധ ഖുർആനിന്റെ പദാംഗങ്ങൾ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആനിലെ വചനാംഗങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ, ഇതിനകത്ത് എന്തു പറയുന്നു എന്നെല്ലാം കൃത്യമായി ബോധ്യപ്പെടുന്ന ആളുകൾക്ക് ഇഹത്തിലെയും പരത്തിലെയും ജീവിതം സമാധാനപരമായിരിക്കുമെന്ന്. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം
അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സഹാബി വര്യൻ, അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം കേട്ടു. ആ വചനം 3-ാം അധ്യായം സൂറ ആലി ഇംറാനിലെ 92-ാമത്തെ സൂക്തമാണ്. അല്ലാഹു ഇങ്ങനെ പറയുന്നത് പ്രവാചകൻ പഠിപ്പിക്കുക സഹാബികളെ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളത് ചെലവഴിക്കുന്നത് വരെ പുണ്യമായി കരുതേണ്ടതില്ല, പുണ്യം ലഭിച്ചു കൊള്ളണമെന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും നല്ലത് ചിലവഴിക്കുമ്പോഴാണ് അത് ഏറെ പുണ്യകരമാകുന്നത് എന്ന വചനം കേട്ടപ്പോ അദ്ദേഹം തന്റെ കുടുംബത്തിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നു സഹധർമ്മിണിയുമായി കൂടിയാലോചന നടത്തി. നാം പലപ്പോഴും കൂടിയാലോചനകൾ പല വിഷയങ്ങളിലും എവിടെയാ ഉണ്ടോ എന്നതിനെ കുറിച്ചുകൂടെ ആലോചിക്കുക. അങ്ങനെ അദ്ദേഹം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ സഹധർമ്മിണിയുമായി ചർച്ച നടത്തിയിട്ട് അവർ ഒരു തീരുമാനത്തിലെത്തി. നമ്മുടെ തോട്ടങ്ങളിൽ ഏറ്റവും വിളവ് നൽകുന്ന, ഏറ്റവും വരവുള്ള, വരുമാനമുള്ള തോട്ടമേതാണ്? അവർ തീരുമാനിച്ചു ബൈറൂഹ എന്ന തോട്ടമാണ്. അങ്ങനെ ആ തോട്ടം ബൈത്തുൽ മാലിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ദീനീ പ്രവർത്തനത്തിന് വേണ്ടി സദഖ ചെയ്യുകയാണ്, അങ്ങോട്ട് വഖഫാക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ വചനങ്ങൾ ഓതിക്കെട്ടു, ഓതിക്കൊടുത്തു, പഠിച്ചു, മനഃപ്പാഠമാണ്, അക്ഷരസ്ഫുടമായി ഓതാനും അറിയാം. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടതോ അതല്ലെങ്കിൽ നമുക്ക് പ്രയാസമുള്ളപ്പോഴോ ഒന്നും നാം ചെലവഴിക്കുവാൻ സന്നദ്ധമാകുന്നില്ല. പലപ്പോഴും കീറിയത്, ഓട്ട വന്നു പോയത്, ഡാമേജ്ഡ് ആയത്, ഇങ്ങനെയുള്ളത് മാറ്റിവെക്കുന്നു ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ. നല്ലതിൽ നിന്നൊന്ന് തെരഞ്ഞെടുത്ത് കൊടുക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിനോട് ചേർത്ത് പ്രവാചകൻ വായിച്ചതുപോലെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്കേറ്റവും ഇഷ്ടമായി തോന്നുന്നത്, തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം അത് തന്റെ സഹോദരനും കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നത് വരെ വിശ്വാസിയാവുകയില്ല എന്ന് ഞാൻ ഓർക്കുന്നു. 6-ാം ക്ലാസ്സിലെ സ്കൂളിലെ 6-ാം തലത്തിലെ അറബിയിലെ ഒരു പാഠഭാഗമുണ്ട്. റഷാദ് എന്ന ഒരു മകനാണെന്ന് തോന്നുന്നു. ഷാമിൽ എന്ന ഒരു കൂട്ടുകാരൻ ഉമ്മയ്ക്ക് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഈ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു താമസം. ആ കുട്ടിയുടെ ഉപ്പ വിദേശത്താണ്. അങ്ങനെ വിദേശത്തുള്ള ഉപ്പ ഈ കുട്ടിക്ക് ഒരു വാച്ച് കൊടുത്തു അയക്കുന്നു. ആ വാച്ച് കിട്ടിയ ഉടനെ തിരിച്ചങ്ങോട്ടൊരു കത്ത് പഠിപ്പിക്കാനാണ് പാഠഭാഗം. പക്ഷെ അതിൽ വലിയ ഒരു സന്ദേശമുണ്ട്. ആ കുട്ടിയുടെ ചോദ്യം, ഉപ്പ നിങ്ങളെന്ത് പണിയാ ചെയ്തത്? നിങ്ങൾക്കറിയില്ലേ ഇവിടെ ഷാമിലുള്ള എന്റെ കൂട്ടുകാരൻ ഷാമിൽ ഇവിടെ നമ്മളെ കൂടെ താമസിക്കുന്നത്? ഇതേപോലത്തെ ഒരു വാച്ചും കൂടെ അയച്ചു തരാണ്ട്. ഈ വാച്ച് ഞാൻ കെട്ടൂല, എനിക്ക് നല്ല സന്തോഷമൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഞാൻ വാച്ച് കെട്ടണമെങ്കിൽ ഇതുപോലൊരു വാച്ച് എന്റെ കൂട്ടുകാരൻ ഷാമിലിന് വേണ്ടി നിങ്ങൾ അയച്ചു തരണമെന്ന്. ഉപ്പ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് തൊട്ടടുത്ത സമയത്ത് തന്നെ ഇതേപോലെ ഒരു വാച്ച് കൂടെ അയച്ചു എന്നാണ്. അപ്പോഴാണ് സന്തോഷമായത്. വിശ്വാസിയാകുന്നത്, തനിക്കേറ്റവും ഇഷ്ടപ്പെടുന്നത്, തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന കാര്യം തന്റെ അയൽവാസിക്ക്, തന്റെ കുടുംബത്തിലുള്ളവർക്ക്, തന്റെ കൂട്ടുകാരന്, ഇവർക്കുമൊക്കെ ഉണ്ടാകാൻ ആഗ്രഹിക്കണം. അപ്പോഴാണ് ഒരു വിശ്വാസിയാകുന്നത്. ഈ വചനം കേട്ടപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനുണ്ടായ ആ കുടുംബത്തിന് ആ സൂക്തത്തോടുണ്ടായ പ്രതികരണമാണിത്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരത്തെ നാം പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ലിയഅമലൂ ബിഹി, ഓരോ വചനവും കേൾക്കുമ്പോൾ അത് അമലായി മാറണം. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ ശബ്ദം നമ്മുടേതാകുന്നത് പോലെ അതിന്റെ ആശയം നമ്മുടെ പ്രവർത്തനമായി മാറുകയും ചെയ്യുമ്പോഴാണ് ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഏറ്റവും സമാധാനത്തോടെ, സന്തോഷത്തോടുകൂടെ ഓർക്കാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ ഗുണഗണങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഒരുപാട് കാണാം. 75-ാം അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു പറയുന്നത്, വിശ്വാസികളായ ആളുകൾ വയുതഇമൂന അത്അമ അലാ ഹുബ്ബിഹി
مسكينا ويتيما وأسيرا ബന്ധനസ്ഥരായ പ്രയാസമനുഭവിക്കുന്ന അനാഥരും അഗതികളുമായ ആളുകൾക്ക് ഇഷ്ടത്തോടൊപ്പം സ്നേഹത്തോടെ ഇഷ്ടത്തോടുകൂടെ യാതൊരു മടുപ്പും വിഷമവും ഇല്ലാതെ കൊടുക്കുകയാണ്, യാതൊരു സങ്കോചവുമില്ലാതെ കൊടുക്കുകയാണ്, അന്നദാനം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നവരായിരിക്കും വിശ്വാസികൾ. മാത്രമല്ല അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയോ, അവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ? അവിടെ ഞാനും നിങ്ങളും എത്തിയിട്ടുണ്ടോ എന്ന് ഓർക്കാനായി ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത് എന്നെയും നിങ്ങളെയും. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിക്കുകയാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തരുന്നത്. അള്ളാന്റെ വജ്ഹ് പ്രീതി ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് താങ്കൾക്ക് നൽകുന്നത്. ഈ സഹായം ഞങ്ങളുടെ സക്കാത്തിൽ നിന്ന് നൽകുന്നത്, ഞങ്ങളുടെ പള്ളി വകയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കട സംവിധാനിച്ചു തന്നത്, ഈ ഒരു വാഹനം വാങ്ങിച്ചു തന്നത് വഴിയിൽ എവിടെയെങ്കിലും കാണുമ്പോ മടക്കി കുത്തഴിച്ചിടാൻ ലക്ഷ്യം വെച്ചല്ല. നിങ്ങൾ പിന്നെ പള്ളിയിൽ വരാത്തത് കാണുമ്പോ കണ്ടില്ലേ ഇത്ര ഒക്കെ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ട് ഒരു വക്തിനെന്നാവാനൊന്ന് തലകുനിക്കുക, നമ്മളെ ബോധിപ്പിക്കാനെങ്കിലും എന്ന് പറയാനല്ല. അത് അയാളും പടച്ചവനും തമ്മിലുള്ള ബന്ധമാ. മറിച്ച് ഞാൻ ചെയ്തത് എനിക്ക് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടാനാ. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ വചനം പ്രവൃത്തിയായി മാറിയത്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും, നിങ്ങളിൽ നിന്ന് യാതൊരു നന്ദി വാക്കും കാണാൻ കേൾക്കാൻ വേണ്ടി ആയിരുന്നില്ല, അതിനു വേണ്ടിയല്ല. മറിച്ച് ഞങ്ങൾ ഭയപ്പെടുന്ന ഒന്ന്, ഇന്നാ നഖാഫു മിർ റബ്ബിനാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. അതിദുസ്സഹമായ മുഖം ചുളിച്ചു പോകുന്ന ആ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കർമ്മം, ഈ ഒരു ദൗത്യം, ഈ ഒരു ദാനം, ഈ ഒരു സഹായം, ഈ ഒരു സംരംഭം ചെയ്തിട്ടുള്ളത് എന്ന്. ഇവിടെ നമ്മളെത്തണം. നാം വിശേഷിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സംരംഭങ്ങൾ നടത്തുന്നവരാ. നാം വിശേഷിച്ച് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാ. ഒരുപാട് സഹായ ഹസ്തം നമ്മുടെ ഭാഗത്തുണ്ട്. ആ നിലക്ക് ഞാനും നിങ്ങളും ആലോചിക്കണം. വിശുദ്ധ ഖുർആനും ഞാനും തമ്മിലുള്ള ബന്ധം എന്നത് ആലോചിക്കുമ്പോ ഇവിടെ ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്ന്, എന്റെ സമീപനം എന്താണ് എന്ന്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വിഷയത്തിൽ ഖുർആനുമായി നാം എങ്ങനെ നിൽക്കുന്നു എന്ന്. ഫുദൈൽ ഇബ്നു ഇയാദ്, അദ്ദേഹം വൈകൃതങ്ങൾക്കകപ്പെട്ടുപോയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലൈംഗികമായ ദാഹശമനം അത് അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ നടക്കണം. അതാരായിരുന്നാലും ശരി അദ്ദേഹം ഉപയോഗപ്പെടുത്തും. അങ്ങനെയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മുമ്പിലാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം ഒരിക്കൽ കേൾക്കുന്നത്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാ. അലം യഅനി ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ? തെറ്റുകൾ അവർക്ക് വരാം, പക്ഷേ അവർക്ക് ഇനിയും സമയമായില്ലേ? അല്ലാഹുവിനെ, അവന്റെ രക്ഷാശിക്ഷകൾ, സ്വർഗ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് ഇനിയും ഹൃദയത്തെ ഭക്തമാക്കുവാൻ, ഖുശൂഉള്ളതാക്കുവാൻ സമയമായില്ലേ? ഈ വചനം കേട്ട അദ്ദേഹം അന്നു മുതൽ അതിൽ നിന്ന് പിന്മാറി, അതിനോട് വിട പറഞ്ഞു. അദ്ദേഹം ജീവിതത്തിന്റെ ശൈലിയാക്കി മാറ്റിയിരുന്ന വൈകൃതങ്ങളെ, ലൈംഗിക ആഭാസങ്ങളെ, അതിർവിട്ട ജീവിത രീതിയിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയത് വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു വചനമാണ് അതിന് കാരണമായതെങ്കിൽ എത്രമേൽ ഞാനും നിങ്ങളും നമ്മുടെ മക്കളും ഈ വചനങ്ങൾ പാരായണം ചെയ്തിട്ടും പ്രൂഫില്ലാത്ത കാര്യങ്ങൾ വാട്സാപ്പിലൂടെ വിടാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നു? ആലോചിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് അങ്ങേയറ്റത്തെ അപകടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അൽ ഹയാഉ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച ഹയാ എവിടെ പോയി കൂട്ടരെ?
6-7 മാസം കൊണ്ട്, അതല്ലെങ്കിൽ ഒരു വർഷ കാലയളവിനുള്ളിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ഹയാ എന്ന, ലജ്ജ എന്ന ഈമാനിന്റെ ഘടകം എവിടെ പോയി? ബാപ്പയോട് പറയാൻ പറ്റാത്ത തമാശ, അല്ലെങ്കിൽ എന്റെ സഹധർമ്മിണിയോട് എനിക്ക് പറയാവുന്ന ചില തമാശകളൊക്കെ ഉണ്ടാകാം. അത് എന്റെ അധ്യാപകനോടോ, എന്റെ ഉമ്മയോടോ, എന്റെ ഉപ്പയോടോ, എന്റെ അളിയനോടോ പറയാൻ കഴിയില്ല. അങ്ങനെ പറയാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഫാമിലി ഗ്രൂപ്പുകൾ വാട്സാപ്പിലെ, ഫാമിലിയിലെ അമ്മായിയും ഉമ്മയും അമ്മോശനും അളിയനും എളാപ്പയും എല്ലാ ആളുകളും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഫാമിലി ഗ്രൂപ്പ് എന്ന വാട്സാപ്പിലെ ഗ്രൂപ്പുകൾ പരിശോധിച്ചു നോക്ക് നിങ്ങൾ. ഇതിൽ ആ ഗ്രൂപ്പിലേക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഫോർവേഡ് ചെയ്യുമ്പോ ഞാൻ ഒറ്റക്കിരുന്ന ഫോർവേഡ് ചെയ്യുന്നത് എനിക്ക് ആരോ വിട്ട ഒരു തമാശ, എനിക്ക് ആരോ ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതിനകത്ത് മോശമായ ചില പ്രയോഗങ്ങളുണ്ട്, ഇക്കിളിപ്പെടുത്തുന്ന പ്രയോഗങ്ങളുണ്ട്, പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങളുണ്ട്. ഉത്തരം ശരിയാണെങ്കിലും ചോദ്യം ദുഷ്ടായ ചോദ്യങ്ങളുണ്ട്, ഇന്റർമീനിങ് വെച്ച ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ ശരിയായിരിക്കാം, എന്നിട്ട് അവസാനം നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കൂ എന്ന് പറയുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വർത്തമാനങ്ങളും പ്രയോഗങ്ങളും പിക്ചറുകളും വീഡിയോ ക്ലിപ്പുകളും ഞാൻ സ്വന്തം ഇരുന്ന് അത് ഫോർവേഡ് ചെയ്യുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷേ അത് ആ സമയത്ത് വീട്ടിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന അവിടെയുള്ള ഉമ്മ ഒറ്റക്കിരുന്ന കണ്ടത്, ഉപ്പ ഒറ്റക്കിരുന്ന വായിച്ചത്, അളിയൻ ഒറ്റക്കിരുന്ന വായിച്ചത്. പക്ഷേ ഈ ഗ്രൂപ്പിൽ ഇത് കുറെ തവണ ഇങ്ങനെ വന്നു, പലതവണ ഇങ്ങനെ വന്നു. പിന്നെ എല്ലാവരും എന്തും പറയാവുന്ന ഒരു പരുവത്തിൽ ബാപ്പയുണ്ടെന്ന് കാണുമ്പോ പറയാതിരുന്ന വാക്കുകൾ ഇന്ന് ബാപ്പയുടെ നേർക്കുനേർ നോക്കി പറയുന്നില്ലേ മക്കൾ? ഇല്ലേ, പറയുന്നില്ലേ? ബാപ്പ വരുന്നത് കണ്ടാൽ ഞാനും നിങ്ങളും കസേരയിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റ് പോയിരുന്നില്ലേ? ഇല്ലേ? നമ്മുടെ ഉപ്പയും ഉമ്മയും വരുന്നത് കണ്ടാൽ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോയിരുന്നില്ലേ പണ്ട്? ഇന്ന് വാപ്പയും വല്യാപ്പയും കൂടി ഉസ്താദിനെയും കൂട്ടി വന്നാലും ഇരുന്നിടത്ത് നിന്ന് കാലടുത്തത് കയറ്റി വെക്കുക എന്നല്ലാതെ അതിലപ്പുറത്തേക്കൊരു ചിന്തയില്ലല്ലോ. എവിടെ പോയി? ലജ്ജയും ബഹുമാനവും ആദരവും അംഗീകാരവും ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയകൾ മാറിയിരിക്കുന്നു. എന്തും പറയാം. ഒരു മെസ്സേജാണ്, ആദ്യം ഒരു മെസ്സേജാ, എന്നിട്ടോ മാറിപ്പോയതാ, മെസ്സേജ് മാറിപ്പോയതാന്ന് പറയും. കുറച്ച് കഴിഞ്ഞിട്ടൊരു ചോദ്യം, ഞാൻ നേരത്തെ ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായോ? ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ആവും സാറില്ല. ഇങ്ങനെ പരസ്പരം ആർക്കും ആരോടും എന്തുമാവാവുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നുവെങ്കിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് അല്പമെങ്കിലും ഹൃദയം, മനസ്സ് നന്നാക്കാൻ, ഭക്തമാക്കാൻ ഇനിയും സമയമായില്ലേ? സോഷ്യൽ മീഡിയകളെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ ആളുകളെ ക്ഷണിക്കുവാനും നന്മ ആളുകളിൽ എത്തിക്കുവാനും വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ് ആ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായി ഞാനും നിങ്ങളും നമ്മുടെ മക്കളും മാറുന്നത് എന്ന് ആലോചിക്കണം. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം അവിടെ നന്നാകും. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ ഒരു വചനമുണ്ട്, ശ്രദ്ധേയമായ 16-ാമത്തെ വചനം. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകുന്ന സന്ദേശങ്ങളിൽ ഒന്ന് എഫക്റ്റീവ് പാരന്റിംഗ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പാരന്റിംഗ് നടത്തുമ്പോൾ നാം നൽകാത്ത അല്ലെങ്കിൽ നമ്മിൽ നിന്ന് വിട്ടുപോകുന്ന ഏറ്റവും നല്ല ഒരു പാരന്റിംഗ് ഉണ്ട്. എഫക്റ്റീവ് രക്ഷാകർതൃത്വം എന്നത് ലുഖ്മാനുൽ ഹക്കീമിൽ കാണാം. തന്റെ മകൻ എന്തെങ്കിലും ഒരു കുഴപ്പത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ നമ്മൾ വിളിച്ചിട്ട് പറയാം, മോനെ ദയവ് ചെയ്ത് മോൻ ശ്രദ്ധിക്കണം, സ്കൂളിൽ HM വാങ്ങാൻ അറിഞ്ഞാൽ ഇനി ഇന്നെ വിളിക്കുന്ന എന്റെ TC കൊടുത്തു വിടാനായിരിക്കും. നമ്മുടെ വർത്തമാനമാണിത്. ഉമ്മ പറയാ, ബാപ്പ എങ്ങാൻ വിവരം അറിഞ്ഞാല് എന്റെ ഉടൽമ തല ഉണ്ടാവൂല കേട്ടോ. ബാപ്പല്ലാത്തപ്പം മോൻ ചെയ്യും, HM അറിയാതെ മകൻ ചെയ്യും, ഉമ്മയറിയാതെ മകൾ ചെയ്യും. ഇങ്ങനെയുണ്ടാകും. പക്ഷേ കൃത്യമായ ഒരു പാരന്റിംഗ് നൽകുന്നതുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. ആ വിഷയം എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ, പാൽക്കാരി, ആ കുടുംബത്തിലെ പെൺകുട്ടി പാലിൽ വെള്ളം ചേർക്കണമെന്ന് ഉമ്മ പറഞ്ഞപ്പോ ഇല്ല ഉമ്മ ഞാൻ ചെയ്യില്ല, എന്നെയും എല്ലാവരെയും കാണുന്ന പടച്ച തമ്പുരാൻ ഇത് കാണും എന്ന് പറഞ്ഞ കഥ അല്ലെങ്കിൽ ആ സംഭവം പഴഞ്ചനായി തോന്നിയാലും ആ ആശയം ഇന്നും എഴുന്നു നിൽക്കുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വരും ഈ ഒരു വചനം ഉള്ളിലേക്ക് ഇറങ്ങിയാൽ. എന്താണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറ ലുഖ്മാനിലെ ഈ വിധം വിശുദ്ധ ഖുർആനിനെ നിയമാനുസൃതം പാരായണം ചെയ്യാം. പ്രവാചകന് അത് ഇഷ്ടമായിരുന്നു.
ഏറെ ഇഷ്ടമായിരുന്നു. പ്രവാചകൻ നല്ല ശബ്ദഭംഗിയുള്ള ആളായിരുന്നു. മറ്റേതൊരു കാര്യവും ഖുർആൻ പോലെ പ്രവാചകൻ ശബ്ദത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഖുർആൻ പോലെ മറ്റൊന്നിനെയും ശബ്ദത്തിലാക്കാൻ പ്രവാചകന് അനുവാദം നൽകപ്പെട്ടിട്ടില്ല എന്ന്. ഖുർആനിനെ നബി ശബ്ദത്തിൽ കേൾപ്പിക്കുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഉബൈ റളിയല്ലാഹു അൻഹു ഒക്കെ നന്നായി ഖുർആൻ ഈണത്തിൽ ശബ്ദമാധുര്യത്തിൽ ഓതുന്നവരായിരുന്നു. അവരെ പ്രവാചകൻ വിളിച്ചിട്ട് ഓതിത്തരാൻ പറയും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് ഒന്ന് ഓതണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പടച്ചോനെ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാനോ? നിങ്ങൾക്കല്ലേ നബി ഖുർആൻ ഇറങ്ങി, എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഓതിത്തരാനോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, എന്നിൽ നിന്നല്ലാതെ വേറെ ഒരാളിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനെന്തോ ഒരു ഹൃദ്യത ഉണ്ട്. മാത്രമല്ല കേൾക്കുന്നതിനനുസരിച്ച് ജീവിതത്തെ കഴുകിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കും. അങ്ങനെയാ റസൂൽ കരഞ്ഞത്. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്വർഗത്തിലെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 41-ാമത്തെ ആയത്ത് എത്തിയപ്പോഴേക്ക് ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, മതി മതി, എനിക്ക് കേൾക്കാൻ സാധ്യമല്ല അല്ലേ? താങ്കളെ ഈ സമുദായത്തിന്റെ സാക്ഷിയായി കൊണ്ടോരും നബിയെ എന്ന വചനം കേട്ടപ്പോ കരഞ്ഞാണ്ട് പോയതാ റസൂല്. നമ്മളെത്ര കേട്ടു, നമ്മളെത്ര ഓതി. സഹോദരങ്ങളെ, സഹോദരികളെ, ഇശാ നമസ്കാരത്തിൽ നബി സൂറത്തു തീനങ്ങ് ഓതി. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഇങ്ങനെ ആ സൂറത്ത് ഓതി തീർത്തു. ബർറാ റളിയല്ലാഹു അൻഹു പറയാ, തിരുമേനിയേക്കാൾ ശബ്ദം നല്ല ഒരാളെയും ഞാൻ കേട്ടിട്ടില്ല എന്ന്. അതായിരുന്നു വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഈ സംസാരം കഴിഞ്ഞു പോയപ്പോ ഒരു സ്ഥലത്തു നിന്നൊരു വിളിയുണ്ടായി. ഒരാൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഓതണം, ഇവിടെ നീട്ടണം, ഇവിടെ മണിക്കണം എന്നൊക്കെ നബിയോടോ പഠിപ്പിച്ചുക്കോന്ന് വെച്ചിട്ട് വല്ലാത്ത സങ്കടം തോന്നി അത് കേട്ടപ്പോ. എന്തൊരു സങ്കടമാണെന്നറിയോ? അള്ളാന്റെ റസൂല് അങ്ങനെ സംശയം ഉണ്ടാവും പലർക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണം റസൂല് പറഞ്ഞത്, അല്ലദീ അൻസലഹു ലം യൽഹൻ ഫീ, അവതരിപ്പിച്ചവൻ തെറ്റിച്ചിട്ടില്ല, അഥവാ അള്ളാഹു തെറ്റുകൂടാതെ ഓതി കൊടുത്തത്. ആർക്ക്? ജിബ്രീലിന്. ജിബ്രീൽ അലൈഹിസ്സലാം വലല്ലദീ നസല ബിഹി, അതുമായി ഇറങ്ങിയവനും തെറ്റുവരുത്തിയിട്ടില്ല. വലല്ലദീ നുസില അലൈഹി, ആർക്കാണോ അത് ഇറക്കപ്പെട്ടത് അഥവാ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് അറബിയാണ്, ഖുർആനുൻ അറബിയുൻ. അതുകൊണ്ട് പ്രവാചകൻ മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിച്ചു, അറിബുൽ ഖുർആന, നിങ്ങൾ അറബിയിൽ ഖുർആൻ ഓതണമെന്ന്. നമ്മളോടൊക്കെ പ്രത്യേകിച്ച് ആ വർത്താനം സാരവത്തായതാണ്. എന്താ കാരണം? നിങ്ങൾ അറബിയിൽ ഓതണം മലയാളികളെന്ന്. കാരണം അറബിയിൽ ഏതാണ്ട് 11 അക്ഷരത്തിന് മാത്രമേ മലയാളത്തിൽ സമാന ശബ്ദമുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ അറബിയിൽ നിന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഒക്കെ എന്തായിരിക്കും? മലയാളമായിരിക്കും. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അറബിയിൽ തന്നെ ഓതണം. അതുകൊണ്ടാണ് നമ്മൾ അല്ലദീ അൻഖള ലഹ്റക ഓതല്. മനസ്സിലായില്ല? എന്താ കുഴപ്പമൊന്നും മനസ്സിലായില്ല. അൻഖള എന്ന് ഓതിയപ്പോ നമുക്കൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ എടുത്തു നോക്കുക, രണ്ടും 2 അക്ഷര. അൻഖള ലഹ്റക അങ്ങനെ ഓതണം. പഠിച്ചോൻ 2 അക്ഷരം എഴുതുക, നമുക്ക് 1 അക്ഷരം ഓതുക, അതൊന്നും കഴിയില്ല. അപ്പൊ അത് കൃത്യമായി അക്ഷരങ്ങൾ തെറ്റില്ലാതെ ആയത്തുൽ കുർസിയൊക്കെ ഇങ്ങനെ ഓതുമ്പോ പിന്നെ ഓതാൻ കിട്ടുന്നില്ല ചിലർക്ക്. യസ്ഫഉ ഐൻ ദമ്മ, ഇൻദഹു ഐൻ കസ്റ, ഐൻ ദമ്മ ഐൻ കസ്റ, ഒരേ അക്ഷരം 2 ഹാലിൽ 2 ഫേസിൽ ഒറ്റ സ്ഥലത്ത് അങ്ങ് വന്നു, ആകെ അങ്ങ് കുടുങ്ങി. അതുകൊണ്ട് നമ്മൾ ആ 2ാമത്തെ അക്ഷരം ഹംസയാക്കി. അതെങ്ങനെ പറ്റുക? അവിടെ ഇൻദഹു എന്നാണ്, നമ്മൾ ഇന്ദയാക്കി. അത് പറ്റൂല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നമ്മൾ ഒഴുക്കിലങ്ങ് പോയി. കാരണം ഔദു എവിടെ ആരും കണ്ടുപഠിച്ചില്ലല്ലോ. ഔദു ഖുർആനിൽ അങ്ങനെ സൂറത്തിന്റെ മേലെ ബിസ്മി എഴുതിയ പോലെ ഔദു എഴുതിയില്ല. നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ കൈ വെക്കലുണ്ട്, സൂറത്തിന്റെ പേരുമേല വെക്കല്. നമ്മളത് തിരുത്തി കൊടുത്തില്ല, മോനെ ഇത് സൂറത്തിന്റെ പേര് ഔദു അല്ല, ഔദു ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞു ബോർഡുമേലെ ഒരൊറ്റ പ്രാവശ്യം ഉസ്താദ് എഴുതി കൊടുത്താൽ മതി. നമ്മൾ ചെയ്യണം നാളെ. അത് പലരും നമുക്കും എഴുതി തന്നില്ല, നമ്മളത് എഴുതി കൊടുക്കണം. എങ്ങനെയാണ് ഔദു എന്നതിൽ ഔ കഴിഞ്ഞിട്ട് ദാലാണ്.
നമ്മൾ പറയൽ തന്നെ ഔദ് ഓതിയില്ല, ഔദ് ഓതിയില്ല. ഔദ് എന്തിനാ ഓതുന്നത്? ഔദ് ഓതാൻ പാടില്ല. ഔദുവും തമ്മിൽ വലിയ മാറ്റമുണ്ട്. ഔദു ബില്ലാഹി എന്ന് ദാല് പുള്ളി കൊടുത്തുകൊണ്ട് ഉച്ചരിച്ചാൽ ഞാൻ ഈ പിശാചിൽ നിന്ന് ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നു, അഭയം തേടുന്നു എന്ന അർത്ഥം ഔദു. എന്നാൽ നമ്മൾ നമ്മളെ സൗകര്യത്തിന് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, മനുഷ്യനാകെ ഇടങ്ങേറായി ശപിക്കപ്പെട്ട പിശാചിന്റെ അടുത്തുനിന്ന് ഞാൻ പടച്ചോനെ കൊണ്ടുവന്ന് നിന്നിട്ടും ആകുന്നില്ല, അതുകൊണ്ട് ഔദു ബില്ലാഹി, ഞാൻ പടച്ചോനെയും കൊണ്ട് തിരിച്ചു പോകുക. ഈ പിശാചിന്റെ അടുത്ത് പടച്ചോനെ കൊണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞാനും പടച്ചോനെ കൊണ്ട് പോയിക്കാളുക, മടക്കി കൊണ്ടുപോവുക, ഞാൻ തിരിച്ചു പോകുന്നു ബില്ലാഹി, അള്ളാനെയും കൊണ്ട്. എന്തേ മാറ്റം? അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹാ എന്നായി ഉച്ചരിക്കും. പക്ഷെ റഹീം എന്ന് പറയുമ്പോഴേക്ക് അത് ഹാ ആയി, ആ തലക്കെട്ട് ഹാ ആയി. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ റഹീം എന്ന് പറഞ്ഞാല്? ഡിക്ഷണറി എടുത്ത് പരിശോധിച്ച് നോക്കളി, വലിയ പ്രശ്നം തന്നെയാണ്. അക്ഷരങ്ങൾ, ശബ്ദങ്ങൾ ഒന്നും മാറിപ്പോകാൻ പാടില്ല. അക്ഷരത്തെറ്റില്ലാതെ നിയമാനുസൃതം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നതും ഖുർആനിനോട് കാണിക്കുന്ന ആദരവാണ്. ഖുർആനും നമ്മളും തമ്മിൽ എന്ന വിഷയം, ഖുർആനും നമ്മളും എന്ന വിഷയം ആലോചിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് ഖുർആനിനോട് കാണിക്കേണ്ട ആദരവ് ഞാൻ പാലിച്ചിട്ടുണ്ടോ? നല്ല സ്ഥലത്ത് വെക്കണം, വൃത്തിയായി കൊണ്ടു നടക്കണം, ആദരിക്കണം, നല്ല ബഹുമാനം കാണണം, ശുദ്ധിയോടെ ആയിരിക്കണം. 1. 2. അതിൻ്റെ അർത്ഥതലം ബോധ്യമുണ്ടായിരിക്കണം. 3. നിയമാനുസൃതം പാരായണം ചെയ്യണം. 4. അതിൻ്റെ ആശയത്തോട് എതിരാവാതിരിക്കണം. അപ്പോഴാണ് ഖുർആനിനോടുള്ള ആദരവാകുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആൻ നിയമാനുസൃതം വായിക്കുകയും നിയമാനുസൃതം അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസിനികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ വിഷയത്തിലും അല്ലാതെയുമായി ഞങ്ങൾക്ക് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാകപ്പിഴവുകൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഗഫൂറും ഗഫാറുമായ റബ്ബെ, റഹ്മാനും റഹീമുമായ റബ്ബെ, നീ ഞങ്ങൾക്ക് നിന്റെ മർഹമത്തും നിഅമത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم اجعل القرآن إماما لنا، اللهم اجعل القرآن إماما لنا، اللهم اجعل القرآن إماما لنا، اللهم اجعل القرآن شفيعا لنا لعيوب أعمالنا يا رب العالمين. اللهم اجعل القرآن شفيعا لنا لعيوب أعمالنا يا رب العالمين. اللهم اجعل القرآن شاهدا لنا ولا شاهدا علينا. اللهم اجعل القرآن شاهدا لنا ولا شاهدا علينا. اللهم اجعلنا من الذين يقرؤون القرآن حق تلاوته يا رب العالمين. اللهم اجعلنا من الذين يدرسون القرآن حق دراسته يا رب العالمين. اللهم اجعلنا من الذين يعملون بالقرآن حق عمله يا رب العالمين. ربنا تقبل منا دعاءنا وصلاتنا وقيامنا وصيامنا
صيامنا وسائر أعمالنا وقراءتنا القرآن يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على خير خلقك محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ, കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ, കുടുംബമാസിക. മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ. പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ. ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അൽമനാർ ഹജ്ജ് സെൽ. പ്രമാണബദ്ധമായ രീതിയിൽ സ്വീകാര്യമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനൊരു അവസരം. അൽമനാർ ഹജ്ജ് സെൽ, കോഴിക്കോട്. പ്രമുഖ പണ്ഡിതന്മാരുടെ നേതൃത്വം, പരിചയസമ്പന്നരായ വളണ്ടിയർമാരുടെ സേവനം, ഹറമിനടുത്ത് താമസം, മക്കയിലും മദീനയിലും ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളിൽ സന്ദർശനം, മലയാളികൾക്കിണങ്ങിയ ഭക്ഷണ താമസ സൗകര്യം, ചികിത്സാ സൗകര്യം, പഠന ക്ലാസുകൾ. അൽമനാർ ഹജ്ജ് സെൽ, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. ഫോൺ 04954020 371.